دائما أبدا على حبيبك خير الخلق كلهم ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനാദരവുകൾ നിറഞ്ഞ പേരാമ്പ്ര റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ പ്രസിഡന്റ് സയ്യിദ് സമാഹ് തങ്ങൾ അൻവരി ഉസ്താദ് അവറുകൾ, പേരാമ്പ്ര റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ വൈസ് പ്രസിഡന്റുമാരായ സിദ്ദീഖ് ദാരിമി കക്കാട്, മുഹമ്മദ് നിബാക്കവി ചാലിക്കര, പേരാമ്പ്ര സ്വദേശി റേഞ്ചിന്റെ കൺവീനർ യാസർ റഹ്മാനി, നമ്മുടെ പരിപാടിയിൽ വിഷയാവതരണം നടത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ചേനോളി മഹല്ല് ഖത്തീബ് യൂസുഫ് അഷരി ഉസ്താദ്, പേരാമ്പ്ര റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ട്രഷറർ ബഷീർ മാസ്റ്റർ, കുട്ടോത്ത് മഹല്ല് ട്രഷറർ എൻ അഹമ്മദ് മൗലവി, കക്കാട് മദ്രസ പ്രസിഡന്റ് കയ്യൂം സാഹിബ്, അതുപോലെ വേദിയിലും സദസ്സിലും സന്നിഹിതരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മാനേജ്മെന്റ് പ്രതിനിധികളെ, സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ 1-2 മാസം മുമ്പ് തീരുമാനിച്ച സംസ്ഥയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായിക്കൊണ്ട് എല്ലാ റേഞ്ചുകളിലും സിറാത്തുൽ മുസ്തഖീം എന്ന സംസ്ഥയുടെ കൃത്യമായ വിവരണങ്ങൾ ആലേഖനം ചെയ്യുന്ന പരിപാടി
കഴിഞ്ഞ ഒരു മാസം മുമ്പ് സംസ്ഥാന കമ്മിറ്റിയുടെ പരിപാടി മലപ്പുറം ജില്ലയിലെ തിരൂരിൽ വെച്ചുകൊണ്ട് നടക്കുകയും അതേപ്രകാരം രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ എല്ലാ ജില്ലകളിലും കോഴിക്കോട് ജില്ലയുടെ പരിപാടി വടകര ടൗൺ ഹാളിൽ വെച്ചുകൊണ്ടും അതിനുശേഷം എല്ലാ റേഞ്ചുകളിലും ഈ പരിപാടി തന്നെ നടത്താൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശമുണ്ടാവുകയും റേഞ്ച് പരിപാടി കഴിഞ്ഞതിന് ശേഷം മദ്രസ തലങ്ങളിൽ എല്ലാവരെയും രക്ഷിതാക്കളെയും പൊതുജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് സിറാത്തുൽ മുസ്തഖീം എന്ന പരിപാടി നടത്താൻ വേണ്ടിയും സംസ്ഥാന ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്തു. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ പേരാം റേഞ്ചിലും തീരുമാനമെടുത്തു. ഇന്ന് കുട്ടോത്ത് ആ പരിപാടിയിലാണ് നാം സന്നിഹിതരായിരിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. 2026 ഫെബ്രുവരിയിൽ കാസർഗോഡ് കുനിയയിൽ വെച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അന്താരാഷ്ട്ര സമ്മേളനം നടക്കുകയാണ്. സമസ്തയുടെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും അതേപ്രകാരം ആത്മീയതയിൽ ഊന്നിയിട്ടുള്ള ഒരു ജീവിതം നമ്മൾ സ്വായത്തമാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുമാണ് ഈ രീതിയിലുള്ള ഒരു പരിപാടി ഓരോ റേഞ്ചിലും സംഘടിപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. കുട്ടോത്ത് ഈ പരിപാടി നടത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇവിടെയുള്ള മാനേജ് കമ്മിറ്റിയും അതേപോലെ നാട്ടുകാരൊക്കെ സ്വമേധയാ ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ ഈ പരിപാടി നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അൽഹംദുലില്ലാഹ് നമ്മൾ ഈ പരിപാടി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ പ്രയത്നിച്ച അതേപ്രകാരം തന്നെ ഈ നാട്ടിൽ ഈ പരിപാടിക്ക് വേണ്ടി ഇടപെട്ട എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ സമയം വൈകിയത് കൊണ്ട് മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ റേഞ്ചിന്റെ വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് ദാരിമി കക്കാട് അവർകളാണ്. സിദ്ദീഖ് ദാരിമി ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ റേഞ്ച് ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റും നമ്മുടെ റേഞ്ചിലെ ആത്മീയ സാന്നിധ്യവുമായ ബഹുമാനപ്പെട്ട സയ്യിദ് സമാഹ് തങ്ങൾ അൻവരിയാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. സമാഹ് തങ്ങൾ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട അലിത്തങ്ങളായിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഇന്ന് രാവിലെ പെട്ടെന്ന് ഏതോ സ്ഥലത്ത് എമർജൻസി ആയിട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അപ്പം മൂസാജി ആ കാര്യം ഏറ്റെടുത്തിരുന്നു. അപ്പം മൂസാജിക്ക് സുഖമില്ലാത്തത് കൊണ്ട് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്, വരാൻ പറ്റുകയില്ല എന്നുള്ളത്. ഏതായാലും അൽഹംദുലില്ലാഹ് നിറഞ്ഞ ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചു. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതുപോലെ പരിപാടിയിൽ സന്നിഹിതരായ നമ്മുടെ പേരാം റേഞ്ച് ജമിയത്തുൽ ഉലമയുടെ ട്രഷറർ, നമ്മുടെ മദ്രസിന്റെ പ്രസിഡന്റും കൂട്ടോത്ത് മഹൽ സെക്രട്ടറി ഒക്കെ ആയ ബഹുമാനപ്പെട്ട ബഷീർ മാസ്റ്റർ, അതുപോലെ കൂട്ടോത്ത് മഹലിന്റെ ട്രഷറർ എൻ അഹമ്മദ് മൗലവി, നമ്മുടെ റേഞ്ച് ഭാരവാഹികളായ മുഹമ്മദ് അലി ദാരിമി, മുഹമ്മദ് അലി ബാക്കവി ചാലിക്കര, റേഞ്ചിന്റെ ജോയിന്റ് സെക്രട്ടറി ജലീൽ മൗലവി പാണ്ടിക്കോട്, അതുപോലെ റേഞ്ചിന്റെ ഇവിടെ സന്നിഹിതരായ മറ്റു ഭാരവാഹികളെ, സ്വദേശി റേഞ്ചിന്റെ കൺവീനർ യാസർ റഹ്മാനി, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കുട്ടോത്ത് മദ്രസിന്റെ സദർ മുഅല്ലിം റസാഖ് ഉസ്താദ്, നമ്മുടെ ഇവിടെ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട യൂസുഫ് അശ്ശരി, അതുപോലെ കൈപ്പുറത്തുള്ള പ്രിയപ്പെട്ട അഷ്കർ അലി ബാക്കവി, ഖയ്യൂം സാഹിബ്, നമ്മുടെ രണ്ടാം സെഷൻ സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ കുട്ടോത്ത് മഹലിന്റെ ഖത്തീബ് കൂടിയായ സുഹൈൽ ഹൈതമി, അതുപോലെ പേരാമ്പ്ര മണ്ഡലം സംസ്ഥയുടെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട മൊയ്തീൻ ഫൈസി, അതുപോലെ നമ്മുടെ ചാലിക്കരയുള്ള ബാക്കവി, ചാലിക്കരയിലെ പുഴക്കലുള്ള ബാക്കവി, അതേപ്രകാരം ഇവിടെ സന്നിഹിതരായ കുട്ടോത്ത് മദ്രസയിലെ ഉസ്താദുമാര്, മറ്റു മദ്രസയിൽ നിന്ന് ഇവിടെ സന്നിഹിതരായ ഉസ്താദുമാര്, കുട്ടോത്തുള്ള പ്രിയപ്പെട്ട സ്നേഹിതന്മാര്, എല്ലാവരെയും
ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സിദ്ദീഖ് ദാരിമി ഉസ്താദിനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അധ്യക്ഷം വഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സിദ്ദീഖ് ദാരിമിയെ ഹാദർപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ സമയത്ത് ഒരു അധ്യക്ഷ ഭാഷണം നടത്തി സമയം കളയുന്നില്ല. നമുക്ക് അറിയുന്നത് പോലെ സമയം അല്പം വൈകിയിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ഈ അസ്റാത്തുൽ മുസ്തഖീം എന്ന റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ പേരാമ്പ്ര മണ്ഡലം റേഞ്ചിന്റെ ഈ പ്രൗഢമായ ഈ സദസ്സിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മമാണ് ഇനിയിവിടെ നടക്കാൻ പോകുന്നത്. ഈ മഹത്തായ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ റേഞ്ചിന്റെ അഭിവന്ദനായ പ്രസിഡന്റും നമ്മുടെ മേഖലയിലെ ആത്മീയ സാന്നിധ്യവുമായ ബഹുമാനപ്പെട്ട സമാഹത്തങ്ങൾ അനുവരിയാണ്. അദ്ദേഹത്തെ ഈ പ്രൗഢമായ സദസ്സ് ഉദ്ഘാടിക്കുന്നതിന് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ വേദിയിലിരിക്കുന്ന ശിഷ്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. സമയം വളരെ വൈകിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രസക്തമായ രണ്ട് വിഷയത്തിൽ ഇവിടെ ക്ലാസ് നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ വേദി മാറ്റിക്കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യം കൊണ്ട് ഔപചാരിക ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അതോടൊപ്പം ഇത്ര പ്രൗഢമായ മഹനീയമായ വേദി ഒരുക്കിയ കുട്ടോത്ത് മഹലിലുള്ളവർ, മദ്രസ ഉസ്താദുമാർ, നാട്ടുകാർ, കമ്മിറ്റി ഭാരവാഹികൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സേവനത്തെ സ്വീകരിക്കട്ടെ. അള്ളാഹു പകരം അവർക്ക് എല്ലാ കാലവും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എടുത്തു പറയാനുള്ള കാരണം, വളരെ സുന്ദരമായ രീതിയിൽ, ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ വളരെ മനോഹരമായ വേദി ഏറ്റെടുത്തു. അത് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത സമയത്ത് ഈ കൈ നീട്ടി ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞ് കുട്ടോത്ത് മദ്രസയിലുള്ള ഭാരവാഹികളും കമ്മിറ്റി ഭാരവാഹികളെ ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തക്ക് നിങ്ങൾ ചെയ്യുന്ന സേവനം, അതിന് പകരം അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യം വഴി അറിയിക്കാം എന്ന് ഉൾപ്പെടുത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തതായി നമ്മുടെ ഈ പ്രൗഢമായ സദസ്സിലെ രണ്ട് പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് അസ്റാത്തുൽ മുസ്തഖീം എന്നുള്ള വിഷയാവതരണവും അതുപോലെ ഹലാവത്തുൽ ഈമാൻ എന്ന വിഷയാവതരണവുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നടക്കുന്ന വിഷയം എന്ന് പറയുന്നത് അസ്റാത്തുൽ മുസ്തഖീം എന്നുള്ള വിഷയമാണ്. ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ഇസ്തിഖാമയുടെ സംസ്ഥാന സമിതി അംഗവും അതുപോലെ ചേരോളി മഹല്ല് ഖത്തീബുമായ യൂസുഫ് അശരി അവറുകളാണ്. അദ്ദേഹത്തെ സാദരം സ്നേഹാദരവോടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലവാത്തുല്ലാഹി വസലാമുഹു അലാ സയ്യിദിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫഇന്നി ഊസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ശബീഹുക ബദറുത് തമ്മി ബൽ അൻത അൻവറു ووجهك من ماء الملاحة أزهر وثلثك كافور وربعك عنبر وخمسك ياقوت وباقيك جوهر صلى الله عليه وسلم. ഞാൻ പ്രയാസപ്പെടുത്താൻ തോന്നരുത്. കുറച്ചാളുകൾ മുമ്പോട്ടിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സീറ്റുള്ളിടത്തിൽ മമ്മൂസാക്കാട് നോട്ടെ സദസ്, അതായിരിക്കും ഭംഗി. പ്രയാസം ഉണ്ടോ? ഉണ്ടെങ്കിലും ഇരിക്കണം. പിന്നെ വിഷയം പെട്ടെന്ന് ആമുഖമൊന്നുമില്ല കേട്ടോ, ആമുഖമൊന്നുമില്ല. നമ്മൾ വിഷയത്തേക്ക് കിടക്കുക. നമ്മളെ വിഷയം സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതാണ്. അത് ഈ ലൈറ്റ് ഓഫ് ചെയ്യണം.
നമ്മളെ വിഷയം സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതാണ്. ഇത് വലിയൊരു വിഷയമാണ്. സിറാത്തുൽ മുസ്തഖീം വലിയൊരു വിഷയമാണ്, അതീവ ഗൗരവമുള്ള വിഷയം. അപ്പോ നിങ്ങൾ ഉദ്ദേശിച്ച സിറാത്തുൽ മുസ്തഖീം ഏതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു സിറാത്തുൽ മുസ്തഖീം ഇൻഷാ അല്ലാഹ് ഇവിടെ അവതരിപ്പിക്കും. അപ്പോ അത് അള്ളാഹു ഒരു നാഫിയ ഇൽമായി എനിക്കും നിങ്ങൾക്കും അത് മാറ്റി നൽകട്ടെ. അത് നമ്മൾക്ക് കൂടുതൽ പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. ഇർബാൽ ഇബ്നു സാരിയത്ത് റളിയല്ലാഹു അൻഹു പറയാം, അഖ്ബല അലൈന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഞങ്ങളുടെ അരികത്തോട്ട് ഞങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് ഫഖതബ അല്ലെങ്കിൽ ഫവഅല മൗഇലതൻ ബലീഗ, വല്ലാത്തൊരു ഖുതുബ, ഒരു ഉപദേശം നബി തങ്ങൾ നൽകി. അപ്പോൾ ഒരാൾ ചോദിച്ചത്രേ, വസഅല സായിലുൻ കഅന്നഹാ മൗഇലതു മുവദ്ദിഇൻ, നബിയെ ഇത് ഒരു വിടവാങ്ങുന്ന ആൾ ഉപദേശം നൽകുന്നത് പോലെ ഒരു ഗൗരവമുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഊസീകും ബിത്തഖ്വല്ലാഹ് വസ്സംഇ വത്ത്വാഅ വഇൻ അമ്മറ അലൈക്കും അബ്ദൻ ഹബശിയ്യ, നിങ്ങൾ തഖ്വ മുറുകെ പിടിക്കുക, അതുപോലെ നിങ്ങൾ നേതൃത്വത്തെ അനുസരിക്കുക. അത് എത്രമേൽ നിങ്ങളേക്കാൾ താഴ്ക്കടയിലുള്ള ആളാണെങ്കിലും നേതൃത്വത്തെ അനുസരിക്കുക. പിന്നെ പറഞ്ഞു, ഫഇന്നഹു മയ്യശ് മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറ, നിങ്ങൾ എൻ്റെ കാലശേഷം ജീവിക്കുകയാണെങ്കിൽ, അവിടെയാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. നിങ്ങൾ എൻ്റെ കാലശേഷം ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കാണും. അപ്പോൾ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ വഅല്ലു ബിഹാ അല്ലെങ്കിൽ വഅല്ലു അലൈഹ ബിന്നവാജിദ്, നിങ്ങൾ അത് മുറുകെ പിടിക്കുക. അപ്പോൾ ഒരുപാട് ഇഖ്തിലാഫ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി ആ കാലം മുതൽ തുടങ്ങിയിട്ടുണ്ട്. നബിതങ്ങൾ വഫാത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തന്നെ നമ്മുടെ സമൂഹം രണ്ടായിട്ടുണ്ട്. തങ്ങൾ വഫാത്തായ അന്ന് ഏറ്റവും ആദ്യത്തെ ഖിലാഫ് നബിതങ്ങൾ വഫാത്തായോ ഇല്ല എന്നുള്ളതാണ്. അത് തീരുമാനമായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവിടെ ഇല്ല. അപ്പോൾ ഒരാൾ പോയി സുൻഹ് എന്ന പ്രദേശത്താണ് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോഴാണ് ഉമറുൽ ഖത്താബ് തങ്ങൾ പള്ളിയിൽ കയറിയിട്ട് പറയുന്നത്, ആരെങ്കിലും മുഹമ്മദ് മരിച്ചു എന്ന് പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കൊല്ലുന്നു. അത് ആ സമയത്ത്. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നേരെ ആയിഷ ബീവിയുടെ റൂമിലേക്ക് കയറി റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തേക്ക് കഫംപുടവ നീക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വലിച്ചു കണ്ണ് അടച്ചു കൊടുത്തു, ഒരു ചുംബനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹു ഇൻതഖല ഇലാ റഹ്മത്തില്ലാഹ്, വഫാത്തായിട്ടുണ്ട് എന്ന്. എന്നിട്ട് നേരെ പള്ളിയിലേക്ക് കൊണ്ടുപോയി പള്ളി കയറിയിട്ട് സംസാരിച്ചു. ഖുതുബ ഇലാ ജാനിബിൽ മിമ്പർ എന്ന് കാണാം, അലൽ മിമ്പർ എന്ന് കാണാം. മിമ്പർമ കയറിയില്ല, സൈഡിൽ നിന്നു. എന്നിട്ട് സംസാരിച്ചു. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അപ്പോഴാണ് ആ സദസ്സ് ശാന്തമാവുന്നത്. ഉമറുൽ ഖത്താബ് തങ്ങളെയും ശാന്തമാക്കിയത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വാക്കാണല്ലോ. അങ്ങനെ ആ സദസ്സ് ശാന്തമായി. ആ സമയത്ത് തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു. ആ സദസ്സ് മുഹാജിരീങ്ങൾ ഒന്നടങ്കുള്ള സദസ്സ് ബൈഅത്ത് ചെയ്തു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഖലീഫയാവുക ആയില്ല. അപ്പോ വലിയൊരു സംഘം അൻസാറുകൾ, സഖീഫ് ബനി സായിദ നമ്മൾ പഠിച്ചാണ്. ആ സഖീഫ് ബനി സായിദ് അവിടെ കുറെ ആൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഉമർ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് വരുന്നത്. ഇവിടെ എല്ലാ ആളുകളും ഇല്ല, അലി ഇവിടെ ഇല്ല, സുബൈർ ഇവിടെ ഇല്ല, ഇബ്നു അബ്ബാസ് ഇവിടെ ഇല്ല, റളിയല്ലാഹു അൻഹും ഇവിടെ ഇല്ല. മാത്രല്ല കുറെ ആളുകൾ സഅദ് ബിൻ ഉബാദ ഇല്ല, സഅദ് ബിൻ അബീ വഖാസ് ഇല്ല, അങ്ങനെ കുറെ ആളുകൾ ഇല്ല. അപ്പോ അന്വേഷിച്ചപ്പോ അവരവിടെ കൂടിയിട്ടുണ്ട്. അവിടെ സഖീഫ് ബനി സായിദയിൽ. എന്താ ഉദ്ദേശം? ഒരു ഖലീഫ വേണം, നബിതങ്ങൾക്ക് ശേഷം ഒരു അമീർ വേണം. ആ അമീർ ആരാണ് എന്നുള്ള തർക്കം വന്നു. ആ തർക്കം തീർക്കാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കൈ ഉമറുൽ ഖത്താബ് തങ്ങൾ പിടിച്ചിട്ട് കൂട്ടിയാണ് പോവുകയാണ്. ആ റിവായത്ത് ചരിത്ര റിപ്പോർട്ട് ചെയ്യുമ്പോൾ നഹ്നു നതഖാവദാനി എന്ന് കാണാം. നഹ്നു നതഖാവദാനി. സാധാരണ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മുമ്പിൽ നടന്നാൽ അതിന്റെ പുറകിലെ ആര് നടക്കാറുള്ളൂ? ഉമറുൽ ഖത്താബ് തങ്ങൾ നടക്കാറുള്ളൂ. മൂപ്പര് പറയണതാണ്. ഉമർ തങ്ങൾ പറയാണ് നഹ്നു നതഖാവദാനി. ഇടയ്ക്ക് ഞാൻ മുമ്പിച്ചാടും, ഇടയ്ക്ക് അബൂബക്കർ തങ്ങൾ മുമ്പിച്ചാടും. ഇത് കൈ പിടിച്ച് ബെരിന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടതാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ഉമർ തങ്ങൾ ഉദ്ദേശിക്കുന്നത് നല്ലൊരു, അവിടെ അൻസാറുകളുള്ളത്, ഒരു കൂടിയതെന്തിനാ? ഒരു ഖലീഫ, ഒരു അമീറിനെ നിശ്ചയിക്കാനാണ്. അവിടെ പോയി എന്നിട്ട് ഒരൊറ്റ ചോദ്യ ചോദിച്ചത്, സിദ്ദീഖിനോളം പോന്ന ഒരാൾ ആരോടോ നമ്മളെ കൂട്ടത്തിലുള്ളത്,
അത് ചോദിക്കണ ഉമർ ഖത്താബ് തങ്ങളാണ്. അപ്പോഴത്തേക്ക് സദസ്സ് ശാന്തായി. പിന്നീട് ഉമർ തങ്ങൾ എഴുന്നേൽക്കാൻ, പ്രഭാഷണം നടത്താൻ എഴുന്നേൽക്കാൻ നോക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വേണ്ടെന്നാണ് ഇരിക്കുന്നു. സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റ് സംസാരിച്ചു. ഉമർ തങ്ങൾ പറയേണ്ടി, ഞാൻ എന്തെല്ലാം എൻ്റെ മനസ്സിൽ കൃത്യമായി ക്രോഡീകരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ അതിൽ ഒരു അക്ഷരം വിടാതെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സംസാരിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ ഖലീഫ ഉണ്ടാകുന്നത്. ഞാനിത് പറഞ്ഞു വന്നത്, ആ കാലം മുതൽ മുസ്ലിം ഉമ്മത്ത് പല വിഭാഗങ്ങളായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയും, ഇതൊന്നും നിങ്ങൾ ഇജ്തിഹാദ് ചെയ്യേണ്ട, ഞാൻ ഇജ്തിഹാദ് ചെയ്യേണ്ട, അഭിപ്രായം പറഞ്ഞ വിഷയമല്ല. ഉദാഹരണം, അലിയാട് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഖിലാഫത്ത് ആ സമയത്ത് ബൈഅത്ത് ചെയ്തിട്ടില്ല എന്നാണ്. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായപ്പം ഫാത്തിമ ബീവി ചോദിച്ചു, നബി തങ്ങളുടെ അനന്തര സ്വത്തുക്കൾ എന്ത് ചെയ്യണം, വിഹിതം വെക്കണം, അത് അഹ്ലുബൈത്തിന് കിട്ടണ്ടേ എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അത് പറ്റൂല എന്ന് പറഞ്ഞു. കാരണം നബി തങ്ങൾ പറഞ്ഞിരിക്കണേ, നഹ്നു മആശിറുൽ അംബിയാഇ ലാ നരിസു വലാ നൂറസു, ഞങ്ങൾ അമ്പിയാക്കൾ അന്തരം കൊടുക്കൂല, അത് എടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഫദക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഭൂമിയുണ്ട്. ഖൈബർ യുദ്ധം കഴിഞ്ഞപ്പോൾ അതിന് ഗനീമത്തായി കിട്ടിയ ഒരു ഭൂമി അള്ളാന്റെ റസൂലിന്റെ കയ്യിലുള്ളതാണ്. ആ ഫദക്ക് ഭൂമിയെ പറ്റിയാണ് ആ വിഷയം വന്നത്. പക്ഷേ അത് എടുക്കൂല എന്ന് പറഞ്ഞു. അപ്പോ അടുത്ത ചോദ്യം ഫാത്തിമ ബി ചോദിച്ചു, എന്നാ പിന്നെ അലിയാട് അതിന്റെ നാളിർ ആക്കിക്കൂടെ എന്നായി നോക്കണ ആള്. അപ്പോ അതും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ സമ്മതിച്ചില്ല. കാരണം എങ്ങനെ നബി തങ്ങൾ ചെയ്തോ അങ്ങനെ ഞാൻ ചെയ്യുന്ന. അപ്പോഴാണ് ചെറിയ ഒരു അരിശം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മറ്റൊരു അർത്ഥത്തിൽ എടുക്കേണ്ട അഭിപ്രായ വ്യത്യാസം. അത് ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ ഉണ്ടായി. പിന്നെ 6 മാസം കഴിഞ്ഞ് ഫാത്തിമ ബി വഫാത്താകുന്നത് വരെ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് സംസാരിച്ചിട്ടില്ല എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതെന്തിനാ പറയണെന്ന് ചോദിച്ചാൽ, നമ്മളെ ഇഖ്തിലാഫ്, ആ ഇത് നബി തങ്ങൾ പറഞ്ഞ ഇഖ്തിലാഫ് ആ ഒരു ബിദ്അത്തിന്റെ ഇഖ്തിലാഫ് അല്ല, മറിച്ച് മുസ്ലിം ഉമ്മത്തിൽ ഒരു ഇഖ്തിലാഫ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവസാന സമയം വഫാത്തിനോടടുത്ത സമയത്ത് ഫാത്തിമ ബീവിയുടെ അരികത്തേക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പോയി എന്നും അത് ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്. അപ്പൊ പോയ സമയത്ത് അലിയാട് റൂമിൽ കയറി ചോദിച്ചു, സിദ്ദീഖുൽ തങ്ങൾ വന്നിട്ടുണ്ട്, സമ്മതം ചോദിച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതാണെന്ന് ചോദിച്ചു അലിയാടോട്. എനിക്ക് സമ്മതാണെന്ന് പറഞ്ഞു. അപ്പൊ കയറി കണ്ടു, സംസാരിച്ചു. അങ്ങനെ രണ്ടാളും പരസ്പരം തൃപ്തിയോടുകൂടെ സംസാരിച്ചു. ആ വിഷയം അവിടെ തീർന്നു എന്നാ ചരിത്രം. ഇരിക്കട്ടെ. അങ്ങനെയാണ് ഖിലാഫത്തു അബീബക്കർ ഉണ്ടാകുന്നത് റളിയല്ലാഹു അൻഹു. അതിനുശേഷം ഉമറുൽ ഖത്താബ് തങ്ങൾ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എന്തെല്ലാം തുടങ്ങി വെച്ചോ അതിന്റെ പൂർത്തീകരണമാണ് ആര് നടത്തിയത്? ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തിയത്. നമ്മളിപ്പോ ഈ ഖിലാഫത്ത് ഇവിടെ സംസാരിച്ചത്, ആദ്യത്തെ ബിദ്അത്ത് ഉടലെടുക്കുന്നത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലത്താണ്. ഒരാൾ വന്നിട്ട് സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ അബാബക്കർ അറഅയ്ത സിനാ ബിൽ ഖദർ, ഒരാൾ വ്യഭിചരിക്കുകയാണെങ്കിൽ അത് അള്ളാന്റെ ഖദർ ഖലാ കൊണ്ടാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ പറഞ്ഞു, അതെ, ഖദർ ഖലാ കൊണ്ടാണ്. അപ്പോ അള്ളാഹു എന്റെ മേൽ സിന ഖദറാക്കി, എന്നിട്ട് ഞാൻ സിന ചെയ്യുമ്പോൾ അള്ളാഹു എന്നെ ശിക്ഷിക്കുകയും കൂടെ ചെയ്യാണല്ലോ എന്ന് പറഞ്ഞപ്പം തന്നെ മൂപ്പര് നേരെ തിരിച്ച് ഖുർആനായത്തോട് ദലീൽ പറയാനൊന്നുമില്ല, എന്റെ അരിയത്തൊരാളുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ മൂക്ക് പിടിച്ച് മണ്ണ് കുത്തുകയും ഞാൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബിദ്അത്തിന്റെ ചിന്ത ഖദരിയത്ത് വാദം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഖിലാഫത്ത് ഏറ്റെടുത്ത കൊല്ലത്തിന്റെ ആദ്യ സമയങ്ങളിൽ ഉണ്ടായി. പക്ഷെ അതൊരു പ്രാസ്ഥാനിക രൂപമൊന്നായിട്ടില്ല, ഒരു സംഘടിത രൂപമൊന്നായിട്ടില്ല, ഒറ്റ സംഭവങ്ങളാണ്. പിന്നീട് ആ സമയത്ത് ഉണ്ടായതാണ് എന്ത്? സക്കാത്ത് വിലങ്ങി. ഖുദ് മിൻ അംവാലിഹിൻ സദഖാത്ത് എന്നല്ല ഖുർആനിലുള്ളത്. നബിയോടാ പറയുന്നത്, ഖുദ് നബിയെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ സദഖ വാങ്ങണം. അപ്പൊ റസൂലുള്ളാഹി വഫാത്തായില്ലേ, ഇനി ആ ഖുദിന് മൈനില്ല, റസൂലുള്ളാഹി വഫാത്തായി, ഇനി അത് വേറെ ആർക്കും വാങ്ങാൻ അധികാരമില്ല എന്ന് ഖുർആൻ ഓതിയിട്ട് ദലീല് പറഞ്ഞിട്ടാണ് ആദ്യത്തെ സംഘം സക്കാത്തിനെ വിലങ്ങിയത്. അങ്ങനെ വലിയ പ്രശ്നം നടക്കുകയാണ്. വല്ലാഹി ലഅഖ്തുലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത് എന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പ്രസംഗം മിമ്പറിൽ നടക്കുക. സകാത്തും നിസ്കാരവും രണ്ടും രണ്ടായി കണ്ടാൽ ഞാൻ അവിടെ കൊന്നുകളയും എന്നുള്ള പ്രഭാഷണം നടക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, നബിയെ സിദ്ദീഖ് തങ്ങളെ,
റസൂലുള്ള തന്നെ പറഞ്ഞ എന്താ, ആരെങ്കിലും അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അസമ മിന്നി ദിമാഅഹു വ അംവാലഹു, അവനവന്റെ സ്വത്തും ശരീരവും സംരക്ഷണം നമ്മൾ കൊടുക്കൂന്നല്ലേ റസൂലുള്ള പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ പറയണം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ഒരു അഭിപ്രായ അന്തരമൊക്കെ ഉണ്ട്. അപ്പോൾ സിദ്ദീഖുൽ ആ സമയത്താണ് വലിയൊരു സൈന്യം. ഇവിടെ മക്കത്ത് മദീനത്ത് ഒരുവിധം ആളുകളെല്ലാം ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുണ്ട്. ഇല്ലാ മാ ഹവാലി അൽ മസ്ജിദൈൻ എന്ന് ചരിത്രത്തിൽ കാണാം. രണ്ട് പള്ളി മക്കത്തും മദീനത്തുമുള്ള രണ്ട് മസ്ജിദുൽ ഹറമും മസ്ജിദുൽ നബവിയുടെയും ചുറ്റുപാടുള്ള ആളുകൾ ഒഴികെ അഖ്താബുൽ അറബ് ഖദിർതദ്ദു, അറബികൾ മുഴുവൻ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ വഫാത്ത്. അപ്പൊ അങ്ങനെ വലിയൊരു പ്രശ്നം നടക്കുന്ന സമയത്താണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു നമ്മൾ ഹദീസിലൊക്കെ ബുഖാരിന്റെ ഹദീസിലൊക്കെ എപ്പം വായിക്കുന്നുണ്ട്. യമനിലേക്ക് ഒരു യാത്രാ സംഘത്തെ അയച്ച ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ അയച്ചിട്ടുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നബി തങ്ങൾ വഫാത്തായി എന്നുള്ള വിവരം കേട്ടപ്പോൾ തിരിച്ച് വന്നു. അങ്ങനെ റസൂലുള്ളാഹിന്റെ ആ തജ്ഹീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഈ ഉസാമയോടും സംഘത്തോടും പറഞ്ഞു അങ്ങോട്ട് തിരിച്ച് യമനിലേക്ക് തന്നെ പോണം എന്ന് പറഞ്ഞു. അങ്ങനെ പോവാണ്. അപ്പൊ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, നമ്മളെ നാട്ടിലാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത്, അപ്പൊ ഉസാമയെ ഇവിടെ നിൽപ്പിക്കുക, സൈന്യത്തെ ഒന്ന് പുറത്തോട്ട് വിടലാൻ പറയുന്നു. അപ്പൊ അത് പോകുന്നത് ഇസ്ലാമിന്റെ കലിമത്തു തൗഹീദ് അങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു സൈനിക നടപടിയായിരുന്നു അത്. പക്ഷെ സിദ്ദീഖുൽ അക്ബറോട് പറഞ്ഞു വേണ്ട, അവരൊക്കെ ഇവിടെ നിൽക്കട്ടെ, നമ്മളെ നാട്ടിലല്ലേ ഇപ്പം പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞൊരു വർത്താനം, അല്ലാത്തൊരു വർത്താനാണ്. മൂപ്പര് പറയാണ്, ലൗ അന്നൽ ഖിലാബ ജറത് ബി അർജുലി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വല്ലാഹി ല അജ്ഹിസൻ ജൈശ ഉസാമ. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ, അവിടെ വലിയ പ്രശ്നം നടക്കുകയാണ്. അപ്പൊ പരസ്പര സംഘട്ടനത്തിൽ ഏർപ്പെട്ട് മുസ്ലിമീങ്ങൾ പരസ്പരം പോരാടി മരിച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കാല് പോലും അവരെ പോലും നമ്മുടെ നാട്ടിലെ നായകൾ വലിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാലും ഉസാമയുടെ സൈന്യം എങ്ങോട്ട് പോകും? യമനിലേക്ക് പോകും. അത് തടുത്തു നിർത്താൻ പറ്റൂല, അതങ്ങനെ പോകും എന്ന് പറഞ്ഞാൽ എന്ത് പ്രതിസന്ധി വന്നാലും ഇസ്ലാമിന്റെ നടപടിയുമായി മുമ്പോട്ട് പോകുന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നടത്തുന്നത്. ഇതൊക്കെ ഇസ്ലാം നമ്മൾ കാണുന്ന ഇന്ന് നമ്മൾ എത്തിപ്പെട്ട ഈ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ അത് പല വിഭാഗങ്ങളാണല്ലോ. ഇത് എവിടുന്ന് തുടങ്ങിയിട്ടുണ്ട്? അള്ളാന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് രൂക്ഷമാവുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കൊലപാതകത്തിലൂടെയാണ്. അവ്വലു ഫിത്നത്തിൻ ഫി ഹാദിഹിൽ ഉമ്മ ഖത്ലു ഉസ്മാൻ വ ആഖിറു ഫിത്നത്തിൻ ഖുറൂജുദ് ദജ്ജാൽ എന്ന് സ്വഹാബത്തിന്റെ വാക്കുകൾ തന്നെ. ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഫിത്നയുടെ തുടക്കം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കൊന്നതാണ്. അവസാനം വരാനുള്ള ഫിത്ന ഖുറൂജുദ് ദജ്ജാലുമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് മുതലാണ് നമ്മൾ പരസ്പരം മുസ്ലിമീങ്ങൾ വലിയ വലിയ സംഘങ്ങളായി വേർതിരിഞ്ഞത്. നമ്മൾ ഇസ്തിഖാമത്ത് പറയുമ്പോൾ എവിടെ നിൽക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ആ വന്നതൊന്നും തിരിയണ്ടേ? വേണ്ടേ? മാറ്റി പിടിക്കണോ? വേണ്ട. പിന്നെ അപ്പോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉമവിയാണ്, അല്ലെങ്കിൽ അമവിയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അമവി ആയിക്കോട്ടെ. അമവി എന്ന് പറഞ്ഞ ഒരു കുടുംബ പരമ്പരയാണ്. അപ്പൊ അമവികൾക്ക് ഒരു പക്ഷപാതിത്വം ഉണ്ട് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ശത്രുക്കളുടെ വാദം. ഇപ്പൊ ഉദാഹരണത്തിന് ഷാമിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആളെ വെച്ചത് അബൂ സുഫിയാനെ, അല്ല മുആവിയത്ത് ബിൻ അബീ സുഫിയാനെയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു. അങ്ങനെ അംർ ബിൻ ആസ്, അങ്ങനെ തുടങ്ങി ഉമവികളിൽപ്പെട്ട കുറച്ച് ആളുകളുടെ അല്ലാത്ത ആളുകളുണ്ട്. അപ്പൊ ഈ ഉമവികൾക്കെതിരെ വലിയൊരു പടയൊരുക്കം നടത്തി. അതിന് ചെറിയ കാരണമുണ്ട്. ഉമവികളിൽപ്പെട്ട ചില ആളുകളെല്ലാം ചില പക്ഷപാത സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ചില ആളുകളെല്ലാം. പക്ഷെ അതൊന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആളല്ല, അത് മറ്റൊരു വിഷയം. പക്ഷെ അത് വലിയ ഒരു അക്രമത്തിലേക്കും ഒരു ഖുറൂജിലേക്കും, ഖുറൂജ് എന്ന് പറഞ്ഞാൽ ഖലീഫക്കെതിരെ ഒരു വിപ്ലവം നയിക്കുന്നതിലേക്കും കാര്യങ്ങൾ എത്തി. അതിന് ഒരാൾ ചൂട് പിടിപ്പിച്ചു കൊടുത്തു. അബ്ദുല്ലാഹിബ്നു സബഹ്, നമ്മൾ കേട്ടിട്ടില്ലേ? അബ്ദുല്ലാഹിബ്നു സബഹ് എന്ന് പറഞ്ഞാൽ ഇബ്നു സൗദാ എന്നാ പറയുന്നത്. അയാള് അധോലോക യഹൂദനാണ്, ജൂതനാണ്.
ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നപ്പോൾ ഇസ്ലാം എല്ലായിടെയും പോയി. കിന്നസ്രീം പിടിച്ചടക്കി, അസർബൈജാൻ പിടിച്ചടക്കി, പിന്നെ അതുപോലെ ഫലസ്തീൻ നമ്മളെ കീഴിലേക്ക് വന്നു തുടങ്ങി. ഏതാണ്ട് പേർഷ്യയും റോമും അടങ്ങുന്ന അന്നത്തെ 2 സാമ്രാജ്യങ്ങളുടെയും കൊത്തളങ്ങളിലേക്ക് ഇസ്ലാം കടന്നു ചെന്ന സമയമാണ് ഉമറുൽ ഖത്താബ് തങ്ങളുടെ ഭരണകാലം, അല്ലേ? ആണ്. ആ സമയത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ എല്ലാവരും എന്തായിക്കൊള്ളുന്നില്ല, ശരിയായ മുസ്ലിമീങ്ങളായിട്ട് പോകുന്നതും ആവൂല, കുറെയൊക്കെ പേടിച്ചിട്ട് പോകുന്നതായിരിക്കും. അങ്ങനെ ശത്രുക്കൾക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ലോബിക്കും ജൂത ലോബിക്കും വലിയ ശത്രുത ആരോടുണ്ട്? നിങ്ങൾ കേൾക്കുന്നില്ല? ഇല്ല, ഉണ്ട്. ഇല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നിർത്തി. അപ്പോ നിങ്ങൾ കേൾക്കുകയാണെങ്കിലേ പറയുള്ളൂ, എനിക്ക് നിർബന്ധമില്ല പറഞ്ഞു തീർക്കണമെന്നില്ല. കാരണം വെച്ചാല് പറയുമ്പോ നിങ്ങൾ പകുതിക്കൊന്ന് കേട്ട ഇതോടെ ഉപകാരമില്ല, ആ റൂട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ടാണ്. അപ്പോ 2 ലോബികളാണ്, ഒന്ന് ക്രിസ്ത്യനും മറ്റൊന്ന് ജൂതരും. ഈ 2 ലോബികൾ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട് ഇസ്ലാമിന്റെ ഈ വലിയ സൈനിക മുന്നേറ്റം തടയാൻ. പക്ഷെ സാധിക്കണില്ല. ആരാ പോയത്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആണ്. എന്താ ഖാലിദ് ബിൻ വലീദിനെ പറ്റി റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത്, ഖദ് അജസത്തിൻ നിസാഉ അൻ തലിദ്ന മിസ്ല ഖാലിദ് ബിൻ വലീദ്. ഖാലിദ് ബിൻ വലീദിനെ പോലെ ഒരു ആൺകുട്ടിയെ പറക്കാൻ ഇനി പെണ്ണുങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ അമ്മാരി മനുഷ്യനാ. കേരിയ ഭൂമികൾ മുഴുവൻ ഇസ്ലാമിന്റെ ചോട്ടിലാണ്. എവിടെ ഖാലിദ് ബിൻ വലീദ് കയറിയോ അതെല്ലാം ഇസ്ലാമിന്റെ. റസൂലുള്ളാഹി തന്നെ പറഞ്ഞ എന്താ? നിഅമൽ അശീറ അബ്ദുല്ലാ അൽ ഖാലിദ് ബിൻ വലീദ് സൈഫും മിൻ സുയൂഫില്ലാ. റസൂലുള്ളാഹിന്റെ ആദ്യത്തെ വർണ്ണനയാണ് സൈഫും മിൻ സുയൂഫില്ലാ, ഖാലിദ് ബിൻ വലീദ്. ആ ഖാലിദ് ബിൻ വലീദ് എല്ലാം പിടിച്ചടക്കി ഇസ്ലാമിന്റെ കീഴിൽ വന്നപ്പോൾ ശത്രുക്കൾ കിണഞ്ഞ് പരിശ്രമിച്ചു ഇസ്ലാമിനെ തകർക്കാൻ. ആ സമയത്ത് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്ലാം വലിയ കോലത്തിൽ വിശാലമായപ്പോഴാണ് അതിനെ തകർക്കാനുള്ള ആദ്യത്തെ പുറപ്പാടാണ് അബ്ദുല്ലാഹിബ്നു സബ്. നമ്മൾ ബിദ്അത്ത് വന്ന റൂട്ട് തിരിയാൻ വേണ്ടി പറയാം. അബ്ദുല്ലാഹിബ്നു സബ് എന്ന് പറഞ്ഞ ജൂതൻ, അയാൾ എന്ത് ചെയ്തു? ആദ്യം ഒരു പ്രഖ്യാപനം നടത്തി. ആദ്യത്തെ പ്രഖ്യാപനം ഇങ്ങനെയാണ്: ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ല ഖലീഫയാവേണ്ടത്. ആരാണ് ഖലീഫയാവേണ്ടത്? അലിയാണ്. അലിയുൻ വലിയുൻ അലിയുൻ വസിയുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നിങ്ങൾ കേട്ടിനോ? കേട്ടിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ വസിയാണ്. നബി തങ്ങൾ ഖിലാഫത്ത് കൊണ്ട് വസിയത്ത് ചെയ്തത് ആരെയാണ്? അലിയാരെയാണ് എന്ന ആദ്യത്തെ വാദം സമൂഹത്തിൽ ഉന്നയിക്കുന്നത് ഈ ജൂതനാണ്. അത് പിന്നീട് ഏറ്റുപിടിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എതിരെ പുറപ്പെട്ട സംഘം അത് ഏറ്റെടുത്തു. എന്ന് മാത്രമല്ല, മൂപ്പർ അടുത്തൊരു വാദം നടത്തി. എന്താണെന്നോ? റസൂലുള്ളാഹി എന്തായിട്ടില്ല, വഫാത്തായിട്ടൊന്നുമില്ല. കാരണം എന്താ? ഇന്നാ ലറാദ്ദുക ഇലാ മആദ് എന്ന് ഖുർആനില്ലേ? അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തേക്ക് പോയി അവസാന കാലത്ത് വരൂലേ? ഈസാ നബിനേക്കാൾ വലിയ ആളല്ലേ മുഹമ്മദ് നബി? നബിന് ഏതായാലും വരൂലേ? എന്താ സംശയം? പക്ഷേ അത് വല്ലാതെ പിടിച്ചിക്കാൻ ആ വാദത്തിനായില്ല. കാരണം അവിടെ അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബത്ത് നിറഞ്ഞിക്കണ കാലല്ലേ, അതുകൊണ്ട് അത് തള്ളിപ്പോയി. പക്ഷെ പല വാദങ്ങളും അവിടെ നിന്നു. അതിലൊന്നാണ് അലിയുൻ വലിയുല്ലാ എന്ന വാദം. അത് ഇയാൾ കൊണ്ടുവന്നാണ്. അങ്ങനെയാണ് തർക്കത്തിന് മൂർച്ച കൂടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ 40 ദിവസം സ്വന്തം വീട്ടിൽ എന്താക്കി? അടച്ചിട്ടു. ആരാ അടച്ചിടുന്നത്? മുസ്ലിങ്ങൾ തന്നെയാണ്. അതാണ് ആദ്യത്തെ ഖവാരിജ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഖവാരിജ് എന്ന് പറഞ്ഞാൽ ഖലീഫയ്ക്ക് എതിരെ പുറപ്പെട്ട ആൾക്കാ ഖവാരിജ് എന്ന് പറയാം. അത് ഏത് കാലത്ത് ഖലീഫയ്ക്ക് എതിരെ പുറപ്പെട്ടാലും ഓലൊക്കെ ഖവാരിജ. അങ്ങനെ ആദ്യത്തെ ഖവാരിജാണ് ഇവർ. ഉസ്മാൻ തങ്ങൾ 40 ദിവസം പൂട്ടിയിട്ടു. 40ാമത്തെ ദിവസം കൊന്നതല്ലേ? 40ാമത്തെ ദിവസം കൊന്നു. ഭക്ഷണം കൊടുത്തിട്ടില്ല, വെള്ളം കൊടുത്തിട്ടില്ല. പള്ളിയിലേക്ക് ഒരു ദിവസം വന്നു, പിന്നെ വീട്ടിലേക്ക് പോയി, പിന്നെ വന്നിട്ടില്ല എന്നാണ് ചരിത്രം. വ്യത്യാസമുണ്ട്. എന്നാൽ ഇതാണ് പ്രധാനപ്പെട്ട ചരിത്രം. അങ്ങനെ കൊന്നത്. ഇതാണ് പറയുന്നത് അവ്വലു ഫിത്നത്തിൻ ഖത്ലു ഉസ്മാൻ. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അലിയാടി ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എവിടെണ്ട്? ഹജ്ജിന് പോയതാണ്. ഹജ്ജിന് പോയതാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മുഴുവൻ. അപ്പൊ അവിടുന്ന് ഉസ്മാൻ തങ്ങളെ കൊലപാതകത്തിന്റെ വിവരമറിഞ്ഞപ്പോ അവർ പുറപ്പെട്ടു. ആയിഷ ബീവിയാണ് സംസാരിച്ചത്. ആയിഷ ബീവി പറഞ്ഞു, ഉസ്മാൻ തങ്ങളുടെ കൊലപാതകികൾ എന്താക്കാൻ പാടില്ല, വെറുതെ വിടാൻ പാടില്ല എന്ന് അവിടുന്ന് ഒരു സംഘം അവര് പുറപ്പെട്ടു. എങ്ങോട്ട് പോയി?
അലിയാരുടെ അടുത്ത് പറയണോ അതല്ല നേരെ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ എവിടെ ഉണ്ട്? ഷാമിലുണ്ട് അല്ലേ? അപ്പൊ മുആവിയത്തിന്റെ ഏരിയത്തേക്ക് പോണോ റളിയല്ലാഹു അൻഹും അല്ല അലിയാരുടെ അടുത്തേക്ക് പോണോ എന്നുള്ള ഇതൊക്കെ വന്ന് അതില് പിന്നെ സഹാബത്തൊന്നും ചില ആളുകൾ തീരെ തന്നെ മുണ്ടിയില്ല. അങ്ങനെ ചില ആളുകൾ അപ്പുറം ഇപ്പുറം ഒക്കെ നിന്നു. അങ്ങനെയാണ് രണ്ട് സംഘം സഹാബത്ത് രണ്ട് സംഘമായി തീരുന്നത്. നിങ്ങൾക്ക് തിരിണ്ടോ? രണ്ട് സംഘമായി തീരുന്നത് അങ്ങനെയാണ്. അങ്ങനെ ആയിഷ ബീവി വിഷയം വിശദമായി സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊലപാതകത്തിന് പകരം ചോദിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു. എവിടത്തേക്ക് പോയി? ഷാമിലേക്ക്. അങ്ങോട്ട് പോകുന്ന വഴിയിൽ മുആവിയത്ത് ബിൻ അബീ സുഫിയാനും അലിയാരും തമ്മിൽ ചെറിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ആ തർക്കം എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ഏത്? ഉസ്മാൻ തങ്ങളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട്. അത് വലിയൊരു വികാരമായി തീരൂലേ? ഇസ്ലാമിന്റെ ഖലീഫയെ 40 ദിവസം അടച്ചിട്ടിട്ട് കൊല്ലുക എന്ന് പറഞ്ഞ ചെറിയ വിഷയ കൊന്നില്ലേ? അത് സഹാബത്ത് രണ്ട് തട്ടിലായി. ഒരാൾ അലിയാരുടെ ഖിലാഫത്തൊന്ന് വ്യവസ്ഥാപിതമാവട്ടെ എന്നിട്ട് പിടിക്കാം, അതാന്നു അലിയാരെ. പക്ഷെ അലിയാര് പറഞ്ഞത് ഉസ്മാൻ തങ്ങളെ കൊന്നത് ഞങ്ങൾക്ക് വിഷമില്ലേറ്റല്ല, പക്ഷെ അത് പിടിക്കണം, അതിന് പ്രതിക്രിയ ചെയ്യണം. പക്ഷേ അതിന് ഈ ഖിലാഫത്തൊന്ന് വ്യവസ്ഥാപിതമാട്ടെ. മൂപ്പർ ഭരണത്തിൽ കയറിയിട്ടല്ലോ അല്ലേ? അപ്പുറത്തെ സൈഡിൽ നിന്ന് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നുള്ള അങ്ങനെയാണ് രണ്ട് പക്ഷമായി. അത് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തർക്കവിതർക്കങ്ങളിലേക്ക് പോയി. അവസാനം ഒരു ഭാഗത്ത് ബീബി ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ, മറുഭാഗത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പിയാപ്ല അലിയാരും നിന്ന് ഒരു യുദ്ധം നടന്നു. അതാണ് ജമൽ യുദ്ധം. അതിലാരും അഭിപ്രായം പറയണ്ട. അതവിടെ തീർന്നു, അതവിടെ തീരണം. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ. അതവിടെ തീരണം. അതിനകത്ത് ഇനി ഇടപെട്ട് അഭിപ്രായം പറയാന്നുള്ളത് ശുദ്ധ പോയത്തമാണ്, അസംബന്ധമാണ്. നമ്മുടെ അയിമത്ത് അനുവദിക്കാത്ത ജമൽ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. അയിമത്ത് അത് അനുവദിച്ചിട്ടേ ഇല്ല. കാരണം രണ്ടും സ്വഹാബത്താണ് എന്ന് മാത്രമല്ല, അപ്പുറം ഇപ്പുറവും സഹാബാക്കളുടെ നിര തന്നെയുണ്ട്. അതിൽ കയറി അഭിപ്രായം പറയാനേ പാടില്ല. ആയിഷ ബീവിനെ ചീത്ത വിളിക്കാൻ പാടില്ല. അത് വിളിക്കണവരുണ്ട്. അതാണ് ഞാൻ അങ്ങനെ പറയണത്. മനസ്സിലായില്ലേ? അലിയാർക്കെതിരെയാണല്ലോ, അതുകൊണ്ട് ഷിയാക്കളത് അപ്പൊർപ്പിച്ചു കൊടുക്കൂല. അതിനുശേഷം ആണ് ആരുമായിട്ട് യുദ്ധം നടക്കുന്നത്? മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ തങ്ങളുമായിട്ട് യുദ്ധം നടക്കുന്നത്. അവിടെയും പക്ഷം പിടിക്കാൻ നിൽക്കരുത്. നമ്മൾ അയിമത്ത് പറഞ്ഞത് രണ്ടാളും മുജ്തഹിദാണ്. ആര്? മുആവിയത്ത് ബിൻ അബീ സുഫിയാനും മുജ്തഹിദാണ്, അലിയാരും മുജ്തഹിദാണ് അല്ലേ? ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു. ഓലൊക്കെ ആൺകുട്ടികളാണ്, ഓല മസാല പറയും, നമ്മൾ പഠിച്ചിട്ട് നമ്മളും പറയുന്നതാണ്. അപ്പൊ ഓലൊക്കെ മുജ്തഹിദീങ്ങളാണ്. അപ്പൊ കൊല്ലു മുജ്തഹിദിൻ മുസീബുൻ, എല്ലാ മുജ്തഹിദും അയാൾ എത്തിച്ചത് ശരിയാണ്. ചിലപ്പം ഏറ്റവും ശരി മറ്റേതാവാം. അപ്പൊ നമ്മൾ മറ്റേനെ പറ്റി ഖത്അ എന്ന് പറയണ്ട എന്നാണ് അവിടെ അദബതാണ്. അപ്പോ ഏറ്റവും ശരി കിടക്കുന്നത് അലിയാരുടെ ഭാഗത്താണെന്നാണ് സുന്നത്ത് ജമാഅത്തിലെ ബഹുഭൂരിപക്ഷം ഉലമാ സംസാരിക്കുന്നത്. എന്നാലും മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ ചീത്ത പറയാന്നുള്ളത് നമ്മുടെ ശൈലി അല്ല. ആ ശൈലി നമ്മുടെ കേരളത്തിലേക്കും ഈ ഇടയായി കടന്നു വരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഖാതിബു വഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വഹി എഴുതി വെച്ച സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരാളായിരുന്നു ആര്? മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ ആ ചീത്ത പറയുന്നതിൽ ഒരു അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമ്മൾ ആ ഭാഗത്ത് എത്താനേ പാടില്ല. ചില ഷിയാക്കളുടെ ശാഖകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട്. ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഉണ്ട്. അതിന് പ്രത്യേക പേരിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ അടുത്തൊരു വീഡിയോ കണ്ടപ്പോ അതിൽ സംസാരം കേട്ടത് മുആവിയ തങ്ങളെ പ്രത്യക്ഷത്തിൽ ചീത്ത പറയുന്നില്ലെങ്കിലും വ്യംഗ്യമായ ചീത്തകൾ തന്നെ പറയാം. പ്രത്യക്ഷത്തിൽ പറയാൻ ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നടക്കാത്തോണ്ടാണ്. നടന്നവർക്ക് ഒരു വില ഉണ്ടാവില്ല കേരളത്തിൽ, അതുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ പറയാത്ത. എന്നാൽ വ്യംഗ്യമായ രീതിയിൽ ചീത്ത പറയുന്ന സ്വഭാവം ചില വീഡിയോ ക്ലിപ്പിലൊക്കെ ഞാൻ കണ്ടു. ചീത്ത പറയാന്ന് ചില ശകാര വാക്കുകൾ, മനസ്സിലായില്ലേ? എന്നാൽ നമ്മളെ നിലപാട്, സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട് ആ വിഷയത്തിൽ ഇടപെടാതിരിക്കുക എന്നതാണ്. ശരിയല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്താവണത്? മുസ്ലിം ഉമ്മത്തിൽ ആദ്യമായി രണ്ട് പക്ഷം വരുന്നത്. ആദ്യത്തെ പക്ഷം ഖവാരിജാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്ന കിതാബുകളിലൊക്കെ ബിദ്അത്തിന്റെ പാർട്ടിയായി നമ്മൾ പഠിക്കുന്നത് ഏത് ഖവാരിജാണെന്നോ? അലി റളിയല്ലാഹു അൻഹുവിന് എതിരെ പുറപ്പെട്ട ഖവാരിജാണ്. അലിയാർക്കെതിരെ. എന്തിനാ അലിയാർക്കെതിരെ പുറപ്പെട്ടത്? അലിയാർക്കെതിരെ പുറപ്പെട്ട എന്തിനാ? അലിയാർക്കെതിരെ പുറപ്പെട്ട് അലിയാരുടെ ആൾക്കാർ തന്നെയാണ്.
അലിയാടിക്കെതിരെ പുറപ്പെട്ടത് അലിയാടിന്റെ ആൾക്കാർ തന്നെയാണ്. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാനും അലിയാടും തങ്ങൾ യുദ്ധം ഉണ്ടായി. ഏത് യുദ്ധം? സിഫീൻ യുദ്ധം ഉണ്ടായി. ആ സിഫീൻ യുദ്ധം ഉണ്ടായ സമയത്ത് യുദ്ധം കൊടുമ്പിരി കൊണ്ടാണ്. ഒരു ഭാഗത്ത് അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂ മൂസൽ അശ്അരി തങ്ങളുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെ വലിയ വലിയ സ്വഹാബത്തിന്റെ ഒരു നീണ്ട നട അലിയാരുടെ കൂടെ ഉണ്ട്. മറ്റേ സൈഡിലും ഉണ്ട് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ ഉണ്ട്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെ വലിയൊരു സംഘം അപ്പുറമുണ്ട്. സിഫീൻ യുദ്ധം നടന്നു. അലിയാടി വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കാൻ പോവാണ്. സിഫീൻ യുദ്ധത്തിൽ അലിയാടി ജയിക്കാൻ അപ്പൊ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നിയ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഒരു തന്ത്രം പ്രയോഗിച്ചു. അൽ ഹർബു ഖദ്ആന്നല്ലേ, യുദ്ധത്തിൽ ചില ജയിക്കാൻ വേണ്ടി ചില ക്രിക്കറ്റ് പണികളൊക്കെ വേണ്ടേ. അപ്പൊ മൂപ്പര് ഒരു പ്രഖ്യാപനം നടത്തി. എന്താ പ്രഖ്യാപനം അറിയാമോ? മുആവിയത്ത് ഇബ്നു അബീ സുഫിയാനോട് പറഞ്ഞു, നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒറ്റ മാർഗ്ഗമുണ്ട്. ഈ ഖുർആൻ കയ്യിൽ ഏന്തിയിട്ട് നമ്മൾ പ്രഖ്യാപിക്കണം. എന്താ പ്രഖ്യാപനം? എന്താ പ്രഖ്യാപനം? ഈ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങണം. നമ്മൾ മുസ്ലിമീങ്ങൾ തമ്മിൽ തല്ലി തീരാൻ പാടില്ല. നമ്മൾ തർക്കം അവസാനിക്കണം. ഇത് പറഞ്ഞാൽ അവരെല്ലാം കൂടെ നമ്മളിലേക്ക് വരും. ആര് പറയാണ്? അല്ലെങ്കിലോ ഓൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാവും. അങ്ങനെ ഓൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമായോ ഓല കാറ്റ് പോവുകയും ചെയ്യും എന്നാണ്. അങ്ങനെ തന്നെയല്ലേ കാറ്റ് പോകുന്നു. അങ്ങനെ മൂപ്പരെന്ത് ചെയ്തു? ഖുർആൻ പൊന്തിച്ച് പിടിച്ചിട്ട് ഒറ്റ പ്രഖ്യാപനമാണ്, നമ്മൾക്കെല്ലാം ഈ ഖുർആനിലേക്ക് മടങ്ങണം. ഈ ഖുർആൻ നമ്മൾക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അലിയാടെ കൂട്ടത്തിലുള്ള ആള് അലിയാടി പറഞ്ഞു, ആ വിഷയത്തിൽ ഇടപെടുകയുമാണ്. യുദ്ധം എങ്ങനെ പോകുന്നോ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞപ്പോ ചില ആളുകൾ വന്നു. ഒരു കൂഫക്കാരാ, എവിടുത്തെ? ഇറാഖുകാരാണ് അലിയാട് തങ്ങളുടെ കൂടെ ഉണ്ട്. ഇറാഖും കൂഫക്കാരാണ് അലിയാട് തങ്ങളുടെ കൂടെ ഉള്ളത്. മറ്റ് ഷാമുകാരാണ് അബൂ സുഫിയാൻ മുആവിയ തങ്ങളുടെ കൂടെ ഉള്ളത്. ഷാമും ഇറാഖും തമ്മിലാണ് പ്രധാന യുദ്ധം നടക്കുന്നത്. ഇറാഖുകാരെന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ഓലൊന്നും വലിയ എന്തായിട്ടില്ല. ആ ഈമാൻ വല്ലാതെ ഉറച്ച ആളല്ല എല്ലാ ആളുകളും. പുതുമുസ്ലിമീങ്ങളാണ്. സഹാബത്തിന്റെ ഈമാന്റെ പവർ നോൽക്കുണ്ടാവില്ലല്ലോ. അപ്പൊ യുദ്ധം നടന്ന സമയത്ത് ഇറാഖുകാർ പറഞ്ഞു, ഖുർആനിലേക്ക് വിളിച്ചിട്ട് പോണ്ടിക്ക് അത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് അലിയാരുടെ തീരുമാനത്തിന് മൂപ്പർക്ക് താല്പര്യമില്ല. അലി തങ്ങൾക്ക് ഒരു താല്പര്യമില്ല യുദ്ധം നിർത്താൻ. പക്ഷെ എന്ത് പറഞ്ഞു? യുദ്ധം നിർത്തണം, നമുക്ക് ഒരു പറഞ്ഞ ഖുർആൻ നമ്മൾ ഇടയിൽ വിധി തീർപ്പ് കൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ആ വിധി തീർപ്പ് കൽപ്പിക്കുക അലിയാൾക്ക് സമ്മതമില്ലാതെ സമ്മതിച്ചു. അങ്ങനെ രണ്ടാളെ തീരുമാനിച്ചു. അലിയാർ കണ്ട ആള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. രണ്ട് പക്ഷത്തുനിന്ന് ആള് പോണ്ടേ. അലിയാർ കണ്ടത് ആരെയാണ്? ഇബ്നു അബ്ബാസ് തങ്ങളെ. പക്ഷെ ഒരു സമ്മതിച്ചില്ല. ഓല ആരെ പറഞ്ഞു? അബൂ മൂസൽ അശ്ശരി തങ്ങൾ പോണെന്നാണ്. അത് ഇറാഖുകാർ. അങ്ങനെ അബൂ മൂസൽ അശ്ശരി തങ്ങളെക്കാൾ ഒന്നാമത് അബൂ മൂസൽ അശ്ശരി തങ്ങൾ സഹാബാക്കളിൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ആളാണ്. പക്ഷേ ഒന്നുകൂടെ ഈ ജാതി ക്രിക്കറ്റ് പരിപാടികൾക്കിടെ ഇടപെടാനും സംസാരിക്കാനും ഒന്നുകൂടെ യുവത്വം ഉള്ള ഈ ഇബ്നു അബ്ബാസ് ആണ് നല്ലതെന്ന് ആർക്കറിയാം? അലി റളിയല്ലാഹു അൻഹു അറിയാം. മൂപ്പരെ വിട്ടു, പക്ഷെ വിടാൻ സമ്മതിച്ചില്ല. അപ്പുറത്ത് നാലാ വരുന്നത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹും. അങ്ങനെ ഒരു ദിവസം അവരെല്ലാവരും കൂടെ ദൗമത്തുൽ ജുന്ദുൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരുമിച്ച് കൂടി വിധി പ്രഖ്യാപിക്കുക. അപ്പോൾ അബൂ മൂസൽ അശ്ശരി തങ്ങളാണ് മറുഭാഗത്ത് അലിയാടെ ഭാഗത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് അംറുൽ ബാസ് രണ്ടാളും കൂടെ സംസാരിച്ചു. തീരുമാനം പുറപ്പെടുവിക്കാൻ. എന്താ തീരുമാനം? നമുക്ക് രണ്ട് ഖലീഫയെയും. പാവം ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്ശരി തങ്ങള് അങ്ങനെ ആ വിഷയം ഒന്ന് തീരല്ലോ എന്ന് തീരുമാനിച്ചിട്ട് സമ്മതിച്ചു കൊടുത്തതാണ്. അപ്പൊ രണ്ട് ഖലീഫയെയും നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങളെ ഖലീഫയെ നിങ്ങൾ പിൻവലിച്ചാല് അവിടെ അലിയാരെ ഖിലാഫത്ത് പിൻവലിക്കുക, നമ്മളെ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ നമ്മളും പിൻവലിച്ചോളാം. അങ്ങനെ ആദ്യം നിങ്ങൾ പ്രസംഗിച്ചോളൂ. മൂപ്പർ പ്രസംഗിച്ചു. എന്താ പ്രസംഗം? ഈ ഖിലാഫത്ത് അലിയാരുടെ ഖിലാഫത്ത് അലിയാരുടെ ഭാഗത്ത് നിന്ന് തന്നെ പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും കൂടെ തീരുമാനം എടുത്തു. ആ മധ്യസ്ഥ ദൗത്യം ഇങ്ങനെയാണ് പ്രഖ്യാപിക്കാൻ പോണെന്ന് പറഞ്ഞു. ഈ ഖിലാഫത്ത് അലിയാരുടെ ഖിലാഫത്ത് ഞാൻ ഹാക്കിമല്ലേ, ഒരു ഹാക്കിമിന് ഹുക്മ ചെയ്യാനുള്ള അധികാരമില്ല. അപ്പൊ ഹുക്കുമാണിത്. അലിയാരുടെ ഖിലാഫത്ത് ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ അടുത്ത ഊഴം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എണീറ്റ് എന്ന് പറഞ്ഞു, ഇപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഖിലാഫത്ത് ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഒരു ഖലീഫ നിർബന്ധമായിട്ട് വേണം. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാനെ ഖലീഫയായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. റളിയല്ലാഹു അൻഹും. എന്താ പറയാൻ മടി? ഇത് കഥ പറയല്ല,
ഇത് ഈ സംഭവം ഇങ്ങനെയാണ്. ആ സമയത്താണ് ആർക്ക് വേർപിടിച്ച് ഈ അബൂ മൂസൽ അശ്ശരി തങ്ങളെ വിടണം, ഖുർആൻ ഹാക്കിമാക്കണം എന്നൊക്കെ പറഞ്ഞ ആ ഇറാഖുകാർ നേരെ തിരിഞ്ഞു നിന്ന്. എന്നിട്ട് അലിയാരോട് ചോദിച്ചു, നിങ്ങള് മനുഷ്യന്മാരെ ഹാക്കിമാക്കുക, ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്. ആദ്യത്തെ വാദം ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്, അല്ലാഹു അല്ലാത്തൊരു ഹാക്കിം ഇല്ല. ഇന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാരും അതിനെയാ പറയണത്. ജമാഅത്ത് ഇസ്ലാമിക്കാരും ആ ഖവാരിജിന്റെ വാദാണ്. അലി റളിയല്ലാഹു അൻഹു കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാതിൽ, നല്ല വർത്തനാണ്, നല്ല ആശയമാണ്, പക്ഷെ അതിനെ കൊണ്ടുള്ള ഉദ്ദേശം തനി പോയത്താണ്. ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ് എന്നാണ് നല്ല ആശയമല്ലേ, പക്ഷേ ഉരീദ ബിഹൽ ബാതിൽ, ബാതിലല്ലേ അതിനെ കൊണ്ടുള്ള ഉദ്ദേശം, അതുകൊണ്ട് ശരിയില്ല. അവര് നേരെ തിരിഞ്ഞു. ആദ്യത്തെ വാദം ഖവാരിജ് പുറപ്പെടുവിച്ചത് എന്താണ്? ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്. അപ്പോ മനുഷ്യന്മാരെ ഹാക്കിമാക്കി, അബൂ മൂസൽ അശ്ശരി ഹാക്കിമാക്കി ആര്? അലിയാർ. അംറുൽ ഹാസിനെ ഹാക്കിമാക്കി മുആവിയ. ഇതോടുകൂടി ഇവർ രണ്ടുപേരും ഇസ്ലാം എന്ന് പുറത്തുപോയി. ഖുർആൻ എതിരെ പ്രവർത്തിച്ചു. ഖുർആൻ തിരിഞ്ഞിട്ടില്ല, ഖുർആൻ തിരിഞ്ഞിട്ടില്ല. ആർക്ക്? ഇതാണ് ആദ്യത്തെ ഖുർആൻ തിരിഞ്ഞിട്ടില്ല. നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ല, ഞങ്ങൾ ഓരിത്തട നടക്കണക്ക് പറയുന്ന ആളുകളുടെ ആദ്യത്തെ പകർപ്പിതാണ്. ഖുർആൻ തിരിഞ്ഞിട്ടില്ല ഇവർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യം ഇവരെല്ലാം സഹാബത്തിന് ഓരോ ആളുകളെയും കാഫിറാക്കി ഖവാരിജ് വന്നു. ഇതാണ് ആദ്യത്തെ ഇസ്ലാമിലെ ബിദ്അത്ത് സംഘം ഖവാരിജ്. ഓക്കെ, അങ്ങനെ അവസാനം അലി റളിയല്ലാഹുവിനെ കൊന്നില്ലേ? ആരാ കൊന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം, ഇബ്നു മുൽജിം അല്ലേ? അയാൾ നല്ല മനുഷ്യനാ, നല്ല കാര്യമാണ്, നല്ല ഖിറാഅത്തുള്ള ആളാണ്, നല്ല ഇബാദത്തുള്ള ആളാണ്. ഖവാരിജുകളിൽ ഏറ്റവും അഅ്ലമായ ബഹുമാന്യനായ വ്യക്തിത്വമാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞതെന്നറിയോ? ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ലിയുഖരിബ ദാറ ഇബ്നു മുൽജിം ഇലാ ജാനിബിൽ മസ്ജിദ്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിന്റെ വീട് പള്ളിന്റെ ഏരിയത്തേക്ക് മാറ്റി കൊടുക്കണം, കാരണം അയാൾ ഖുർആൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ എന്നാണ്. ആ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമാണ് ആരെ കൊല്ലുന്നത്? അലി റളിയല്ലാഹു അൻഹു കൊല്ലുന്നത്. നമ്മൾ പറയണത് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം നരകത്തിലാണ്. അതൊരു വിശ്വാസമല്ല, നമ്മളൊരു അഭിപ്രായമാണ്. ബാക്കി ഇല്ലല്ലാഹ് ഖണ്ഡിതമായി പറയണ്ട, അതിന് നമ്മൾ ആളല്ല. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം നമുക്ക് അങ്ങനെ പറയാൻ അവകാശമില്ല. നിങ്ങൾ നോക്കിയാൽ ബുഖാരിന്റെ ഹദീസ് ഉണ്ട്. എന്താ ഹദീസ്? ഇപ്പോ കിതാബുൽ ലിബാസ് എന്ന് പറഞ്ഞൊരു കിതാബ് ഉണ്ടല്ലോ, ബുഖാരിയിലെ ഒരു ബാബാണ്. പിന്നെ ബാബു ലുബസിൽ ഹരിയർ, പട്ട് ധരിക്കാൻ പറ്റോ പറ്റൂലേ? രണ്ടും മൂപ്പര് അറിഞ്ഞിട്ടില്ല, നിങ്ങൾ തീരുമാനിച്ചോളിയുന്ന. അപ്പൊ ആ ബാബില് ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ആയിഷ ബീവിന്റെ ഏരിയത്ത് പോയിട്ട് ഒരാൾ ചോദിക്കാണ്, ആളെ പേര് ഇമ്രാൻ ഇബ്നു ഹിത്ത. എന്താ പേര്? ഇമ്രാൻ ഇബ്നു ഹിത്ത. ഇമ്രാൻ ഇബ്നു ഹിത്ത പോയിട്ട് ചോദിക്കാണ്, ആയിഷ ബീവിയോട് ചോദിച്ചു, പട്ടിനെ പറ്റി റസൂൽ എന്താ പറഞ്ഞു? അപ്പൊ ആയിഷ ബീവി എനിക്കറിയില്ല, ഇബ്നു ഉമറിനോട് ചോദിക്കുന്നത്. അല്ല, ഇബ്നു അബ്ബാസിനോട് ചോദിക്കുന്നത്. ഇബ്നു അബ്ബാസിനോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഇബ്നു അബ്ബാസ് എന്നെക്കാൾ അത് കേട്ടിട്ടുണ്ട് ഇബ്നു ഉമറാന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു ഉമർ തങ്ങളുടെ അടുത്ത് പോയി ചോദിച്ചപ്പോ മൂപ്പര കാര്യം പറഞ്ഞു. ഹദീസ് ബുഖാരിയിലെ റിവായത്തുള്ള ഹദീസാ. ആ ഇമ്രാൻ ഇബ്നു ഹിത്ത ഖവാരിജുകളുടെ നേതാവാണ് അല്ലേ? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അലി റളിയല്ലാഹു അൻഹു കൊന്നത് ആ വിഷയം കേട്ടപ്പോ യലർബതം മിൻ തഖി ഇമ്മാ അറാദ ബിഹാ ഇല്ലാ ലിയബ്ലുഗ മിൻ ദിൽ അർശി റിളവാന ഇന്നി ല അദ്കുറുഹു യൗമൻ ഫഅഹ്സബുഹു ഔഫൽ ബരിയതി ഇൻദല്ലാഹി മീസാന എന്ന് പാടിയ ആളാ ഇമ്രാൻ ഇബ്നു ഹിത്ത. ഏറ്റവും നല്ല സംശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വെട്ടുവെട്ടി ആരെ? അലിയാരെ. അതെന്തിനാ വെട്ടിയത്? മാ അറാദ ബിഹാ ഇല്ലാ ലിയബ്ലുഗ മിൻ ദിൽ അർശി റിളവാന. പടച്ചോന്റെ തൃപ്തിയെ മൂപ്പർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ആ പാടിയ ആളാണ് ആര്? ഇന്നീല അരിഫുഹു ഇന്നീല അദ്കുറുഹു യൗമൻ ഫഅഹ്സബുഹു ഔഫൽ ബരിയ ഇൻദല്ലാഹി മീസാൻ. മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന വ്യക്തി അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമാണ് എന്ന് പറഞ്ഞ ഇമ്രാൻ ഇബ്നു ഹിത്താന്റെ റിപ്പോർട്ട് എവിടെ ഉണ്ട്? ബുഖാരിയിലുണ്ട്. റളിയല്ലാഹു അൻഹു ബുഖാരിമാൻ. ഇത് ഞാൻ പറഞ്ഞ എന്തിനാണ് അറിയാമോ? ഒരു ബിദ്അത്തുകാരനാണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പിടിച്ച് നരകത്തിലിടണ്ട. അത് നമ്മളെ ശൈലിയല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശൈലി അതല്ല. നമ്മൾ സിറാത്തുൽ മുസ്തഖീം തന്നെ നിൽക്കണ്ടേ? അപ്പൊ നമ്മളെ ശൈലി അത് അല്ല.
മാത്രല്ല വിധിക്കാനുള്ള ബിദ്അത്തിന്റെ സംഘങ്ങൾ ലാ യഖ്ബലുല്ലാഹു മിൻഹും സർഫൻ വലാ അദ്ലാന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച മനസ്സിലാക്കിക്കോളുക. ഫർളും സുന്നത്തൊന്നും സ്വീകരിക്കൂല എന്ന് തന്നെ. അപ്പൊ ബിദ്അത്തുകാരുടെ ഹദീസ് സ്വീകരിക്കാൻ പറ്റും എന്നല്ലേ നമ്മളെ മുസ്തലഹുൽ ഹദീസിന്റെ കിതാബിലൊക്കെ ഉള്ള ഓല ഹദീസ് സ്വീകരിക്കുക. അവിടെ ആ ഹദീസ് കൊണ്ട് ഓല ബിദ്അത്ത് ചെലവാക്കുന്നില്ലെങ്കിൽ സ്വീകരിക്കുക. ആള് സിക്കത്തായ മദീനല്ലേ. അപ്പൊ അതുപോലെ ഇരിക്കട്ടെ. അപ്പൊ ആദ്യത്തെ സംഘാണ് ഇത് ഖവാരിജ്. ഓല് നിലനിന്നിട്ടില്ല. ആ സംഘം നിലനിന്നിട്ടില്ല. എന്തുകൊണ്ട്? അവരുടെ ആശയത്തിന് വല്ലാതെ വേര് പിടിപ്പിക്കാൻ സാധിച്ചില്ല. സ്വഹാബത്ത് നിലനിൽക്കുന്ന കാലല്ലേ. അതുകൊണ്ട് അപ്പൊ അവർക്ക് നേരെ വിപരീതമായിട്ടൊരു സംഘം ഉടലെടുത്തു. അതാണ് ഷീഅത്തു അലി. ഖവാരിജുൻ അല അലി. അലിയാർക്കെതിരെ പുറപ്പെട്ടു. ഓൽക്കെതിരെ പുറപ്പെട്ടതാണ് ആര്? ഷീഅത്തു അലി, അലിയാരുടെ പാർട്ടി. അതിന് ആദ്യം വളം വെച്ചു കൊടുത്ത ആളാണ് ആര്? അജൂദൻ അബ്ദുല്ലാഹുബ്നു സബ. അയാളുടെ വാദങ്ങൾ ആദ്യം അലിയാരുടെ പാർട്ടിയിൽ നിന്ന് അലിയാരെ സഹായിക്കാൻ റജുലാനി മുഫ്രിത്തും ഫിയ്യ വ മുഹ്ലികുൻ എന്ന് അലിയാടെ തന്നെ വന്നിട്ടുണ്ട്. രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഓൽ എന്നിൽ നശിക്കും. ഒന്ന് മുഹിബ്ബുൻ മുഫ്രിത്തുൻ, ഓവറായിട്ട് തന്നെ ഇഷ്ടം വെക്കണവര്. രണ്ട് മുബ്ഗിലും മുഫ്രിത്തുൻ, ഓവറായിട്ട് തന്നെ ദേഷ്യം വെക്കുന്ന ആളുകൾ. ഈ രണ്ട് പാർട്ടിയും ശരിയല്ല. ഒന്ന് ഖവാരിജും ഒന്ന് ഷീഅത്തു അലിയാണ്. അപ്പൊ ഈ രണ്ട് സംഘങ്ങളാണ് ആദ്യത്തെ ബിദ്അത്തിന്റെ സംഘം. ഇവര് ഒരുപാട് വാദങ്ങളൊക്കെ സമൂഹത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഷിയാക്കൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഖവാരിജ് എന്തില്ല, നിലനിൽക്കുന്നില്ല. നമ്മളെ അഇമ്മത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഇമ്മത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ അഖീദ സ്ഥിരപ്പെടുത്തുന്നതിൽ പിന്നെ ശ്രദ്ധിച്ചത് ഷിയാക്കളുടെ വാദത്തെ തള്ളാനും പിന്നീട് വന്ന മുഅ്തസിലത്തിന്റെ വാദത്തെ റദ്ദ് ചെയ്യാനോ നമ്മുടെ അഖീദ. അതുകൊണ്ട് ഇബ്നു തൈമിയ്യന്റെ ഒന്ന് വാദം തപ്പിയൊക്കെ നമ്മളെ കിതാബ് കാണൂല. തിരിയുണ്ടോ? അവിടെ എത്തുമ്പോൾ പറയല്ലേ. അപ്പൊ ഷിയാക്കള് ഒരു മുസ്ലിമീങ്ങൾ തന്നെയാണ്. അതിലേറ്റവും അപകടകരമായ വാദം വാദിച്ച ആളുകളുണ്ട്. ആര്? ഹുലൂൽ ഇത്തിഹാദിന്റെ വാദം. അതൊരു തസവുഫിലെ സംസാരമുണ്ട്. അതല്ല ഇപ്പൊ ഇവിടെ പറയുന്നത്. അള്ളാഹു അലിയാടിൽ ഇറങ്ങി. അലിയാട് മോൾ പോയി ഇടീന്റെ ശബ്ദം കേൾക്കുമ്പോൾ അലിയാടെ സൗണ്ടാന്നൊക്കെ പറയണല്ലേ. അപ്പൊ ആ ജാതി ഒലുവിന്റെ ആളുകളുണ്ട്. അതീവ തീവ്രവാദം ബാധിച്ച ആളുകൾ. ചില ആള് ഖുർആനിലെ ചില വരിയൊക്കെ മാറ്റിയോലും. അത് അപൂർവം ഷിയാക്കളാണല്ലോ. അത് അപൂർവം. ഓല് ഇസ്ലാം ദായിറത്തുൽ ഇസ്ലാം എന്ന് പുറത്താണോ? അതിന് സംശയമില്ല. പക്ഷെ അല്ലാത്തവരെ നമ്മൾ എന്താക്കണ്ട, ഇസ്ലാം എന്ന് പുറത്താക്കണ്ട. അതിലുള്ള കുറെ തങ്ങന്മാരൊക്കെ ഉണ്ട്. കുറെ തങ്ങന്മാരൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കൈസാനിയത്ത്, സൈദിയ്യത്ത്, ഇമാമിയ്യത്ത്, ഇസ്നാ അശരിയത്ത്, ഇസ്മായിലിയത്ത്. ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. ഇവരെല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരൊറ്റ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം, എല്ലാ വിഭാഗം ഷിയാക്കളുടെയും കൂടെ ഒരുമിപ്പിക്കുന്ന ഒരു വാദമാണ് ഇമാമത്തിന്റെ വിഷയം. നമ്മളും ഷിയാക്കളും തമ്മിൽ ഏറ്റവും കൂടുതൽ തർക്കം കിടക്കുന്ന വിഷയം ഏതാണെന്ന് പറയുന്നത് ഇമാമത്താണ്. ആരാണ് ഇമാമാവേണ്ടത്? നമ്മൾ ഖലീഫ എന്ന് പറയും, ഒരു ഇമാം എന്ന് പറയും. ആരാണ് അത് ആവേണ്ടത്? അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് അത് അംഗീകരിക്കുന്നില്ല. അതെ, അംഗീകരിക്കുന്നില്ല. ആരാണ് ഖലീഫയാവേണ്ടത്? അലി റളിയല്ലാഹു അൻഹു. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഖിലാഫത്ത് അംഗീകരിക്കില്ല. അലിയാരാണ് ആവേണ്ടത്. അപ്പൊ പിന്നെ അലിയാർ എന്താ ആയില്ല എന്ന് ചോദിക്കൂല നമ്മള്. എന്നാ പിന്നെ മൂപ്പരണ്ടായിക്കൂടെ? അതിനോല് പറയുന്ന ഒരു മസാല അലി എന്നറിയാം. സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാന്ന് വിചാരിച്ചിട്ട് അലിയാർ എന്ത് ചെയ്തു? ഉണ്ടാകുന്നു. അതിനാണ് തഖിയ്യത്ത് എന്നറിയാം. അത് ഓലൊരു ഇതൊക്കെ ഒരു ഉസൂലാട്ടോ. ഇതൊരു ഉസൂലാണ്. അതായത് ഷിയാക്കളുടെ കിതാബിൽ എവിടെങ്കിലും ഒരു തഖിയ്യത്ത് എന്ന് കണ്ടാൽ വായിക്കും ആദ്യം നമ്മൾ വായിച്ചിട്ടേ പോകാനും പാടുള്ളൂ. നമ്മൾ വായിച്ച കൃത്യമായി ഓർഡറായി ബോധ്യമായാലേ മറ്റുള്ള കിതാബ് വായിക്കാനേ പാടുള്ളൂ. ഇല്ലെങ്കിൽ തല തിരിഞ്ഞു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ വിചാരിക്കും ഷിയാക്കളല്ലേ പൊള്ളവാദല്ലേ എന്ന് എടുത്ത് വായിച്ചൊക്കെ വിവരാണ്ടറിഞ്ഞു. ഞാൻ അങ്ങനെ പറയല്ല, മറ്റൊരർത്ഥത്തിൽ പറയല്ല. നമ്മൾ അക്കീദ സ്ഥിരപ്പെടുത്തണം നിർബന്ധം. അപ്പോൾ കിതാബിൽ അവർക്ക് തഖിയ്യത്ത് കണ്ടാൽ അത് ഇതാണ് ഉദ്ദേശം. മനസ്സിലായില്ലേ? അപ്പൊ അലിയാരാണ് ആരാവേണ്ടത്? ഖലീഫ ആവേണ്ടത്. അപ്പൊ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയതോ? അത് ശരിയായിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ ഖിലാഫത്ത് കാനത്ത് ഫൽതത്ത് എന്നോല ഒരു ന്യായതാ. കാനത്ത് ഫൽതത്ത്. എന്താ ഫൽതത്ത്? പൊടുന്നനെ ഉണ്ടായത്. പെട്ടെന്നല്ലേ? ഒരു മശ്വറത്തിന് നേരം കിട്ടിയോ? റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ജനാസ ആയിഷ ബീവിയുടെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഇപ്പർ ഖിലാഫത്തിന്റെ ബയ്യത്ത് നടക്കുന്നില്ലേ?
നടക്കണില്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ ജനാസ ഖബർ ഷരീഫിലേക്ക് വെച്ച് അത് മൂടുന്നതിന്റെ മുമ്പ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഖലീഫയായില്ലേ? ആയില്ലേ? അലിയാർ 6 മാസം കഴിഞ്ഞ് ബൈഅത്ത് ചെയ്തു. അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു മൂപ്പരൊന്നും ബൈഅത്ത് ചെയ്തില്ല. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞെന്താ, ഏറ്റവും അയിലുള്ള ആളാരാണ്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. ഞങ്ങൾക്ക് അതിൽ തർക്കമില്ല, പക്ഷേ ഒരു മശ്വറത്ത് കിട്ടിയില്ലല്ലോ, ചോദിക്കാനൊരു നേരം ഉണ്ടായില്ലല്ലോ, ഒരു അഭിപ്രായം ചോദിച്ചില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഞങ്ങൾക്ക് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞെന്താ, അത് എനിക്ക് ഈ സാധനം ഏറ്റെടുക്കാൻ യാതൊരു താല്പര്യവും ഇല്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ സഖീഫ് ബനി സായിദയിൽ പോയിട്ട് ഉമർ തങ്ങളെ കയ്യും കൊച്ചിതാ, ഒന്നുകിൽ ഇയാൾ ഖലീഫ അല്ലെങ്കിൽ സഅദ് ബിൻ ഉബാദ, കയ്യ വെച്ച് ഒന്നുകിൽ ഇയാൾ, ഒരാൾ ഖലീഫ ആവട്ടെ എന്നല്ലേ പറഞ്ഞേ അല്ലേ? അപ്പൊ അല്ലേ ഉമർ തങ്ങൾ തിരിച്ച് നിങ്ങളാണ് അതിന്റെ ആള്, ആരാ അബൂബക്കറിനേക്കാൾ മുകളിൽ നമ്മളെ കൂട്ടത്തിൽ ആരാടാ ഉള്ളത് ചോദിച്ചത് ആ സമയത്താണ്. അപ്പൊ എനിക്കൊരു താല്പര്യമില്ല, പക്ഷേ സാഹചര്യം അന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഖലീഫ ആയിട്ടില്ലെങ്കിൽ ഇസ്ലാമിന്റെ അവസ്ഥ എന്താ? ഒരു നിലാം, ഒരു ഘടന ഉണ്ടാകും, ആകെ പ്രശ്നമായി പോകൂലേ? അപ്പൊ അത് അലിയാർ തങ്ങൾ ബോധിച്ചു. പള്ളി തന്നെ പരസ്യമായി മൂപ്പർ മുമ്പേ ബൈഅത്ത് ചെയ്തു. പക്ഷെ ഫാത്തിമ ബീവിയെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം ആർക്കുണ്ട്? അലിയാർക്കുണ്ട്. ഫാത്തിമ ബീവിക്ക് ഒരു വിഷമം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് മൂപ്പർ പരസ്യമായിട്ട് അതുവരെ ഇടപെടാന്ന്. അല്ലാണ്ട് എന്തൊക്കെ സംഭവം ഉണ്ടായി? പള്ളിയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് പുറകിൽ വന്നിട്ട് അലിയാർ കരിക്കലുണ്ടല്ലോ. ഭയങ്കര സൗഹൃദമുണ്ട്, പക്ഷെ വിഷമങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യത്തെ സംഘാണ് ഇത് ഖവാരിജും ഷിയഅത്തു അലിയും. ഷിയാക്കളുടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വാദം എന്താണ് പറയട്ടെ? ഷിയാക്കളുടെ ഒന്നാമത്തെ വാദം ഇമാമത്ത്. ആരാണ് ഇമാമാവേണ്ടത്? അവര് പറയുന്നത് നസ്സായിട്ടും സരീഹായിട്ടും ആരാണ് ഖലീഫയാവേണ്ടത്? അലി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞറിയാവോ? എന്താ പറഞ്ഞേ? മൻ കുന്തു മൗലാഹു ഫഅലിയും മൗലാഹു അല്ലാഹുമ്മ വാലിമൻ വാലാഹു ആദിമൻ ആദാഹു. ഇതെല്ലാ ഹദീസിന്റെ കിതാബിലുള്ള റിപ്പോർട്ടാണ്, എല്ലാ ഹദീസിലും. റസൂലുള്ളാഹി ബുറൈദ റളിയല്ലാഹു അൻഹു വരികയാണ്. ബുറൈദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ അലിയാർ കുറച്ച് കടുപ്പം കാണിച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു യുദ്ധത്തിന് പോയി അലിയാരും ബുറൈദ തങ്ങളൊക്കെ ഉണ്ട്. യുദ്ധത്തിൽ ഗനീമത്ത് കിട്ടി, അത് വീതിച്ചിട്ടൊന്നുമില്ല. വരുന്ന സമയത്ത് നല്ല കുതിര, നല്ല ഒട്ടകം, നല്ല ഡ്രസ്സെല്ലാം നോക്കി ധരിച്ച് അങ്ങനെ വരികയാണ്. പക്ഷെ അലിയാരെ കണ്ടിട്ട് അലിയാർ വേഗം മക്കയിലേക്ക് പോയി അള്ളാഹിന്റെ റസൂലിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തോട് കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ സൈന്യത്തിനെ കൂട്ടാൻ വേണ്ടി തിരിച്ച് ഓടിപ്പോയി നോക്കുമ്പോൾ കാണുന്നത് എന്താ? ഗനീമത്ത് കിട്ടിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ഡ്രസ്, നല്ല ആവേശത്തിലാണ് വരുന്ന യുദ്ധം ജയിച്ച്. അലിയാർക്ക് ദേഷ്യം പിടിച്ച് അതൊക്കെ ഒലിപ്പിച്ചു. ഇതൊക്കെ റസൂലിന്റെ വീതിച്ചതിന് ശേഷം ഉപയോഗിക്കാന്ന് പറഞ്ഞു. അതാണ് സംഭവം. അപ്പൊ ബുറൈദ റളിയല്ലാഹു അൻഹു അവിടെ പോയിട്ട് പറഞ്ഞു, നബിയെ അത് കുറച്ച് കടുപ്പാണ്, അലി കുറച്ച് സലാബത്തുള്ള മനുഷ്യനാണ്, കാഠിന്യം എന്നൊക്കെ പറഞ്ഞപ്പോ അലി ആദ്യം റസൂലിനെ കേട്ടുന്നു. പിന്നീട് ഗദീർ ഖും എന്ന് പറയുന്ന പ്രദേശത്തെത്തി. എവിടെ? ഗദീർ ഖും. ഗദീർ ഖുമ്മിലെ പ്രസംഗം പ്രസിദ്ധമായ പ്രസംഗമാണ്. ഗദീർ ഖുമ്മിലെ പ്രസംഗം നടക്കിടക്ക് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ മനസ്സിലായിക്കോളൂ, ഇതാണ് സംഭവം. എന്ത്? അവിടുന്ന് റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുമ്മ മൻ കുന്തു മൗലാഹു ഫഅലിയും മൗലാഹു. ഞാൻ ആരുടെയൊക്കെ നേതാവാണോ അവരുടെയൊക്കെ നേതാവാണ് അലിയും. അല്ലാഹുമ്മ വാലിമൻ വാലാഹു വാദിമൻ നാദാഹു. സഹായിച്ചവരെ സഹായിക്കണേ, അലിയോട് ശത്രു വെച്ചവരുടെ ആക്കണേ. മനസ്സിലായില്ലേ? ഈ പ്രസംഗമാണ് ഷിയാക്കൾ പറയുന്നത്. നസ്സായിട്ട് അലിയാണ് ഖലീഫയാവേണ്ടതെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ആരെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങൾ? വലൗ കുന്തു മുത്തഖിദൻ ഫിൽ ജന്നത്തി ഖലീലൻ ലത്തഖസ്തു അബൂബക്കറിൻ ഖലീല. റസൂലുള്ളാഹിയിലെ ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ എന്ന് റസൂലുള്ളാഹിയിലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പലരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു എന്നാല് പിന്നെ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹുവിന്റെ മോനാണ്. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹുവിന്റെ മോനാണ്. സെയ്ദ് ബിൻ ഹാരിസ തങ്ങൾ വെളുത്തിട്ട, വല്ലാത്ത വെളുപ്പാണ്. നമ്മൾ പാർന്ന വെളുപ്പ് അറിയില്ലേ, അങ്ങനത്തെ വെളുപ്പാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കറുത്തിട്ടാണ് ആര്? ഉസാമ. വാപ്പയും മോനാണ്, കറുത്തും മറ്റാൾ വെളുത്തും ബാപ്പ. എല്ലാരും പറയൂ ഈ ഉസാമ സെയ്ദ് ബിൻ ഹാരിസയുടെ മോനല്ല ഉസാമ, എന്തോ ഒരു പ്രശ്നം ഉണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് ആളുകൾ പറയും. നബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടമാണ് കേൾക്കുമ്പോൾ.
നബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടം കേൾക്കുമ്പോൾ ഒരു ദിവസം സെയ്ദ് ബിൻ ഹാരിസയും പിന്നെ അവിടുത്തെ മകൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും കൂടി ഇങ്ങനെ കിടക്കുകയാണ്. ഒരു പുതപ്പിന്റെ ഉള്ളിൽ ഒരു പ്രദേശത്ത് ഇങ്ങനെ കിടക്കുകയാണ്, ഒരു മണൽപ്പരപ്പിൽ. ആ സമയത്ത് രണ്ടാളെയും കാല് പുറത്തുണ്ട്. അപ്പൊ ഒരു കാല് വെളുത്തിട്ട് മറ്റേ കാല് കറുത്തിട്ട് റസൂലുള്ളാഹിന്റെ അതിന്റെ എരിയത്ത്. അപ്പോഴാണ് ഒരു കാഫത്ത് എന്ന് പറഞ്ഞ സംഘം. കാഫത്ത് എന്ന് പറഞ്ഞാലേ പറഞ്ഞുതരാം. അപ്പൊ ആ സംഘം പറഞ്ഞു എന്തെന്നോ, രണ്ട് കാലും നോക്കിയിട്ട് ഇന്ന ബഗ്ല ഹാദിഹിൽ അഖ്ദാമില മിൻ ബഗ്ൽ, ഈ രണ്ട് കാലും തമ്മിൽ നല്ല ബന്ധമുണ്ടല്ലോ. ഒന്ന് കറുത്തിട്ടാണ്, മറ്റേ വെളുത്തിട്ടാണ്. ഈ രണ്ട് കാലും തമ്മിൽ നല്ല ബന്ധമുണ്ടല്ലോ അത് നോക്കിയിട്ട് റസൂലുള്ളാഹി കേട്ടു. ഒറ്റ പോക്ക പുഴയിലേക്ക് ആയിഷ ബീവിന്റെ അരിയത്ത് പോയിട്ടാണ് യാ ആയിഷ, വല്ലാത്ത സങ്കടം സന്തോഷം. ആയിഷ ഒരു കാഫത്തയിലെ പോയി അവർ ഉസാമയുടെയും അതുപോലെ സെയ്ദിന്റെയും കാല് കണ്ടിട്ട് അവർ പറഞ്ഞു ഇത് രണ്ടും തമ്മിൽ നല്ല ബന്ധമുണ്ട്, ബാപ്പയും മോനാണ് നോല് സമ്മതിച്ചു. റസൂലുള്ളാഹിക്ക് സമ്മതമില്ലായിട്ടല്ല, ആ സങ്കടം റസൂലുള്ളാഹിക്ക് ഉണ്ട് ഓലെ പറ്റി കുറ്റം പറയണത്. മനസ്സിലാണ്ടോ? ആ സമയത്താണ് ഇത് കേൾക്കുന്നത്. ഓല പേരാണ് ഓല്. ഈ അറബികളിൽ ഒരു പ്രത്യേക വിഭാഗമുണ്ട്, അവർക്ക് ആളെ മൂത്ത് നോക്കിയിട്ട് പറയുന്നത് ഇയാളും തമ്മിൽ നല്ല കുടുംബ ബന്ധമുണ്ടല്ലോ, എന്തോ ഒരു ബന്ധമുണ്ടല്ലോ. ഈ പറയുന്ന കാഫത്ത് നടി ഓല പേരാണ് കാഫത്ത്. കാഫത്ത് നസബ പറഞ്ഞാൽ ഇപ്പൊ തർക്കം വന്നു, നസബയിൽ തർക്കം വന്നു കഴിഞ്ഞാൽ ഷാഫി മദ്ഹബ് സ്വീകരിക്കും. കാഫത്ത് പറഞ്ഞാൽ ഹുക്മ് പറയുന്ന സമയത്ത് കാഫത്ത് അതിന് അറിവുള്ള ആളുകൾ പറഞ്ഞത് നമ്മളെ മസാല എന്താ, അത് സ്വീകരിക്കപ്പെടണമെന്നാണ്. പക്ഷെ എല്ലാ മദ്ഹബിലും ഇല്ല കേട്ടോ, അതിതാ സംഭവം. അപ്പോ ഇതെന്തിനാ നമ്മൾ പറഞ്ഞത്, എവിടുന്നാ പറഞ്ഞത്? അപ്പൊ ആ സെയ്ദ് ബിനു ആ ഉസാമത്ത് ബിനു സെയ്ദിനെ പറ്റി തങ്ങൾ എന്താ പറഞ്ഞത്? തങ്ങൾ നല്ല വർത്തമാനം പറഞ്ഞിട്ടില്ലേ? ഉസാമയെ കാണുമ്പോ അയ്യുഹൽ അമീർ എന്ന് മാത്രമേ ഉമറുൽ ഖത്താബ് തങ്ങൾ വിളിക്കുള്ളൂ. ഉസാമയുടെ അള്ളാന്റെ റസൂലിന്റെ അടിമ സെയ്ദ് ബിൻ ഹാരിസയുടെ മോനാണ് അലി ഉസാമ. ആ ഉസാമയോട് ഉമറുൽ ഖത്താബ് തങ്ങൾ അഭിസംബോധന അയ്യുഹൽ അമീർ അങ്ങനെ വിളിക്കുള്ളൂ. കാരണം മൂപ്പയുടെ കീഴില് മൂപ്പയുടെ നേതാവും ഉമറുൽ ഖത്താബ് തങ്ങൾ അനുയായിയായിട്ട് യുദ്ധത്തിന് പോയിട്ടുണ്ട്. അതുകൊണ്ടാണത്. അപ്പൊ റസൂലുള്ള പലരെ പറ്റി ആചാര്യ വർത്താനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം കൊണ്ട്, അതൊന്നും ഇനി തെളിവല്ല. അപ്പോ ഷിയാക്കള് ഖവാരിജ് ഇവരുടെ വാദങ്ങളൊക്കെ കുറെ ഉണ്ടാവും. അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംരക്ഷിച്ച് പോന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇന്നും അനുഭവിക്കുന്ന അല്ലെങ്കിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ബിദ്അത്തിന്റെ പാർട്ടി വന്നത് മുഅ്തസിലത്താണ്. മുഅ്തസിലത്തിന്റെ ഒരു വാദം നിങ്ങൾ പറയും. നമ്മൾ അഹ്ലുസുന്നത്തും മുഅ്തസിലത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു വാദം, ഒറ്റ വാദം. മുഅ്തസിലത്തില്ലേ, അതിലൊരു വാദം പറയും. അള്ളാന്റെ കയ്യോ? അതല്ല, നമ്മൾ മുഅ്തസിലത്തും നമ്മളെ തർക്കം അതല്ല. അതൊക്കെ മുജസ്സിമത്ത് എന്നൊരു വിഭാഗത്തിന്റെ വാദം. അൽ മൻസിലതു ബൈനൽ മൻസിലതൈൻ, ഇതാണ് ആദ്യത്തെ വാദം. പിന്നെ ബഹുമാനപ്പെട്ട ആരായിരുന്നു ആ താബീന്റെ പേര്? ഹസൻ ബസരി തങ്ങളാണ്. ഹസൻ ബസരി തങ്ങൾ നല്ല വയലിന്റെ ആളാണ്. മൂപ്പടെ ഹസൻ ബസരി തങ്ങളുടെ റിവായത്തുകൾ വായിച്ചു നോക്കിയോ? ഒന്ന് വായിച്ചു നോക്കണം. ഹസനുൽ ബസരി തങ്ങളെ തൊട്ട് വന്ന റിപ്പോർട്ടുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. നല്ല നീളം ഉണ്ടാവും പലതും. കാരണം മൂപ്പർ നല്ല വയലിന്റെ ആളാണ്. അപ്പൊ ആ വയലില് മൂപ്പർ പറയും യഥാർത്ഥ മുഅ്മിനുണ്ട്, യഥാർത്ഥ കാഫിറുണ്ട്, ചില ആളുകളൊക്കെ മുനാഫിക്കുകളാണെന്ന് പറയും. വയലുകാർ അങ്ങനെ പറയുന്നത് സ്വാഭാവിക നടപടിയാണ്. പക്ഷെ അതൊരു കായികയാക്കി പിടിച്ച് സ്വീകരിച്ചിട്ടാണ് വലിയ തർക്കം നടക്കുക. ഖവാരിജികൾ ഒരു വാദം കൊണ്ടുവന്നു. എന്താണെന്ന് അറിയുമോ? മുർത്തക്കിബുൽ കബായിർ, വൻദോഷം ചെയ്ത ആളുകൾ മുസ്ലിം അല്ല, വൻദോഷം ചെയ്തോല് മുസ്ലിം അല്ല എന്ന വാദം. ആ തർക്കത്തിന് പരിഹാരം, അങ്ങനെ 4-5 വാദങ്ങളുണ്ട്. അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഈ ബഹുമാനപ്പെട്ട പേര് പോയി ഹസൻ ബസരി തങ്ങളുടെ അരികത്തേക്ക് പോയതാ. ഹസൻ ബസരി തങ്ങളുടെ അരികത്തേക്ക് പോയപ്പോ മൂപ്പർ 5 മിനിറ്റ് ആലോചിച്ചു മറുപടി പറയാ. കാരണം മൂപ്പർ വയലിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്ത്, മുസ്ലിമുണ്ട്, കാഫിറുണ്ട്, ചിലവര് മുനാഫിക്കുണ്ട് പറഞ്ഞിട്ടില്ലേ. അപ്പൊ മൂപ്പർ ആലോചിച്ച് മറുപടി പറയണം. മൂപ്പർ അന്ന് വയല് വന്ന് ജനങ്ങൾക്കൊരു സജർ നൽകിയതാ, ഒരു തർഹീബ് നൽകിയതാ. പക്ഷെ ഇവിടെ വിഷയം മാറി അഖീദയിലൊക്കെ പോണത്. അപ്പൊ മൂപ്പർ ആലോചിച്ച സമയത്ത് തന്നെ സദസ്സിലുണ്ടായിരുന്ന ശിഷ്യം വാസിബ് എണീച്ച് നിന്നിട്ട് പറഞ്ഞു, എന്നാ ഞാൻ പറയാം അങ്ങനെയല്ല. എന്താണ്? മുർത്തഖിബുൽ കബായിർ പൂർണ്ണ മുഅ്മിനല്ല. കലിമത്തു തൗഹീദ് അംഗീകരിച്ച ആളല്ലേ, ഷഹാദത്ത് ഉണ്ടല്ലോ, അപ്പൊ പൂർണ്ണ കാഫിറല്ല. പിന്നെ ആരാണ്? ഫാസിഖാണ്. ഫാസിഖാണ്. അപ്പോ അൽ മൻസിലതു ബൈനൽ മൻസിലത്തൈൻ, മൂന്നാമതൊരു കാറ്റഗറി ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ഇഅ്തിസാൽ, മുഅ്തസിലത്തിന്റെ വാദം അല്ലേ.
അതാണ് ആദ്യത്തെ വാദം. പിന്നീട് പല വാദങ്ങൾ വന്നു. അള്ളാനെ കാണോ ഇല്ലയോ എന്നുള്ളൊരു വാദം മുഅ്തസിലത്തിന്റെ വാദമാണ്. നമുക്ക് ആ വാദം ഇല്ല. അള്ളാനെ കാണൂലേ? ദുന്യാവ് കാണൂലേ? പിന്നെ മൂസാ നബി വെറുതെ ചോദിച്ചതാ? എന്താവട്ടെ, നമ്മളെ വിഷയത്തിന് അങ്ങനെ ഓരോന്നോരോന്ന് പറയല്ല. അങ്ങനെ പല വിദണ്ഡവാദങ്ങളുണ്ട്. ആ മുഅ്തസിലത്തിനെയാണ് നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ എതിർത്തത്. അല്ലേ? നിങ്ങൾ ഏത് കിതാബ് നോക്കിയാലും ഉസൂലുൽ ഫിഖ് നോക്കിയാലും കാണില്ല ഖിലാഫൻ ലിൽ മുഅ്തസില, മുഅ്തസിലത്തിന് എതിരായിട്ട് അങ്ങനെ കാണുന്നത് മുഅ്തസിലത്തിന്റെ വാദങ്ങളെയാണ് 3 നൂറ്റാണ്ടുമായി ഇങ്ങോട്ടൊക്കെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ എതിർത്തത്. അവിടെയാണ് ആടി വരുന്നത് ഇമാം അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഈ ത്വരീഖത്തിന്റെ സ്ഥാപകൻ വഴികാട്ടി വരുന്നത് അവിടെയാണ്. കുറെ നൂറ്റാണ്ടുകൾ അവർ എന്തായിട്ടുണ്ട്, ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടെ അവരുടെ എത്തിസാൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അബൂ നസ്റുൽ ഖുസായിയെ കൊന്നതാണ് റളിയല്ലാഹു അൻഹു. അബൂ നസ്റുൽ ഖുസായി അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ അടുത്ത ആളാണ്. എന്തിനാ കൊന്നത്? ഖൽഖുൽ ഖുർആന്റെ വാദം അംഗീകരിച്ചു കൊടുത്തില്ല. ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയാണോ അല്ലയോ എന്നാ വാദം. നിങ്ങൾ ബിദ്അത്തിനെ എതിർക്കുന്ന ആളുകളാണ്. നിങ്ങൾ ചോദിക്കുമല്ലോ ഇത്രയൊക്കെ കടുപ്പമാണോ എന്ന് ചോദിക്കും. ഇതിലേശം കടുപ്പം ധാരണ പറഞ്ഞേടാ. സുഹൈൽ ഉസ്താദിന് സമയം കൊടുക്കണം. അപ്പൊ ഞാൻ നിർത്തണ്ടേ? ആയില്ലേ? അപ്പോ എന്താണ് ഖൽഖുൽ ഖുർആൻ? ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയാണോ അല്ലയോ എന്നുള്ള തർക്കം. അപ്പോ വാസിക്ക് ബില്ല, മൂത്തസിം ബില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ അബ്ബാസി ഭരണകൂടങ്ങള് ഓലെ ഒത്താശയോടുകൂടെ, അതിൽ പണ്ഡിതന്മാർ തീർത്തുണ്ട്. ആരുടെ കൂടെ? അബ്ബാസികളോട് കൂടെ. ഏത് പണ്ഡിതന്മാർ? ഇത്തിസാലിന്റെ. അവര് അബൂ നസ്റുൽ ഖുസായിയെ വിളിച്ചാണ് ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയാണോ അല്ലയോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അള്ളാന്റെ സൃഷ്ടിയല്ല, അള്ളാന്റെ കലാമാണ്. അപ്പൊ കലാമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോ വാസിക്കില്ല എന്ന് പറയണ ആ അബ്ബാസി ഭരണാധികാരി അയാളുടെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വെട്ടിക്കൊന്നതാണ്. അതെ, അബൂ നസ്റുൽ ഖുസായിയെ. ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയാൻ ന്യായം പിടിച്ചിക്കണമെങ്കിൽ. ഇപ്പൊ ഈ ഖുർആൻ നിർത്തിട്ടിതാ ഇതിന്റെ മോൾ തന്നെ കാണാം തിരൂരങ്ങാടി പ്രസ്, അല്ല സൗദി അല്ലെ ഏതെങ്കിലും പ്രസിന്റെ പേരാണ്. ആ പ്രസ് തന്നെ ആദിസല്ലേ കദീമ? ആ പ്രസ് കദീമാണോ? അല്ല, എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞൂടെ. ഈ കാണുന്നത് എന്താണ്? സുട്ടിയാണ് അങ്ങനെ വെച്ചപ്പോഴേ അതിലെന്തോ തെറ്റുണ്ടോ? നിങ്ങൾ പറയും ഇല്ലോ. ന്യായത്തിന് എത്ര ഒപ്പുണ്ട്? പക്ഷെ പറഞ്ഞില്ല. പറഞ്ഞാൽ എന്താ പ്രശ്നം? പറഞ്ഞ പ്രശ്നമുണ്ട്. പറഞ്ഞ പ്രശ്നം പിന്നീട് ഇതൊരു വിഷയം പിടിച്ചിട്ട് ഖുർആൻ ഖദീമല്ല എന്നുള്ള ഒരു വിഷയത്തിലേക്ക് ഉമ്മത്ത് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ബോധം കൊണ്ടാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അബൂ നസ്റുൽ ഖുസായി, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളുടെ അരുമ ശിഷ്യൻ ബഹുമാനപ്പെട്ട ഇമാം ബുവൈത്തിയെ പോലത്തെ ആളുകൾ ജീവൻ പോയിട്ടും ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തെ പിടിച്ച് നിർത്തിയത്. മനസ്സിലായില്ലേ? ഇതാണ് ഇത്തിസാൽ. അവരും കാലാന്തരത്തിൽ നശിച്ചു പോയി. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അശ്അരി തങ്ങൾ, അവർക്ക് ശേഷം ഖാദി അബൂബക്കറുൽ ബാഖില്ലാനി, അവർക്ക് ശേഷം ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി, ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി, ഇമാം അബൂ ഹാമിദ് അൽ ഇസ്ഫറായിനി, ബഹുമാനപ്പെട്ട ഖാദി നാസറുദ്ദീൻ അൽ ബൈളാവി തുടങ്ങി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അശ്അരി തരീഖത്തിന്റെ ഉലമാക്കൾ അവരെന്താക്കി? കൃത്യമായി എല്ലാം തച്ചുടച്ചു. ഇന്ന് മൂത്തസിലെന്ന് കേൾക്കല്ലോ നിങ്ങൾ. അങ്ങനൊരു ഷിയാക്കൾ അത് എല്ലാം കൊണ്ടും സർവ സന്നദ്ധരും എല്ലാ ഫലവും ഉണ്ടായിരുന്ന ആളുകളാണ് ആടി മൂത്തസിലത്ത്. പക്ഷെ ചരിത്രത്തിൽ ഇല്ലാതായി പോയത് ഈ ഇമ്മത്തിന്റെ ഇടപെടൽ കൊണ്ടാണ്. നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. അവസാനമായി നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന, നമ്മൾ ഇന്ന് മുമ്പിലുള്ള ബിദ്അത്തിന്റെ കക്ഷിയാണ് ഏത്? മുജാഹിദ്, ജമാഅത്ത്, ഖാദി, മറ്റേ തബ്ലീഗ്, അങ്ങനെ കുറെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇതെല്ലാം ഇതിന്റെ എല്ലാം എക്സ്ട്രീം ലാസ്റ്റ് വേരി എന്നുള്ളത് അബുൽ അബ്ബാസ് തഖിയുദ്ദീൻ ഇബ്നു തൈമിയ്യത്തുൽ ഹർറാനി അയാളാണ്. ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ചെല്ലല്ലോ. ചില ആളുകളൊക്കെ സ്റ്റേജിൽ അങ്ങനെ ചെല്ലുന്നതാണ്. അത് നമ്മൾ ചെല്ലാനേ പാടില്ല. അയാൾ വലിയ ആലിമാണ്. ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദുറുൽ കാമിനിലൊക്കെ ശൈഖുൽ ഇസ്ലാം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ ഉസ്താദാണ്. ഇബ്നുൽ അസീർ തങ്ങൾ ഉസ്താദാണ്. വലിയ മഹാന്മാരുടെ ഉസ്താദാണ്. അതുകൊണ്ട് ആജാദി പറയൽ അത് അദബുകേടുമാണ്. ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ല. ഇനി പറയുന്ന ആളുകൾ ഉദാഹരണം പറയാ, ഇബ്നു ഹജർ ഹൈതമിയ തങ്ങളാ പറഞ്ഞത് എന്ത്? അബ്ദുൻ അദല്ലഹുല്ലാഹു വ അദല്ല വ അഅ്മാ എന്നൊക്കെ പറഞ്ഞില്ലേ ഫത്താവൽ ഹദീസിയയിൽ. അത് മൂപ്പർക്ക് അത് പറയാ. കാരണം അതിന് മാത്രം ബൽപ്പാടിക്കുന്നുണ്ട് ഇബ്നു ഹജർ ഹൈതമിക്കുണ്ട്. അത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? ലഅനത്തുല്ലാഹി അലൈഹി ചെല്ലാൻ പോകരുത്. അങ്ങനെ ചില ആളുകളൊക്കെ
ചെല്ലിയിട്ടുണ്ട് മുമ്പ് സ്റ്റേജ് പ്രസംഗത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ജാതി ഒന്നും ശരിയല്ല. ഇബ്നു തൈമിയയുടെ വാദങ്ങളാണ്. ഇബ്നു തൈമിയയുടെ വാദം നമ്മൾ കേട്ടെടുത്തോളം ഇസ്തിഗാസ ശിർക്കാണോ ശിർക്കല്ലേ, തവസ്സുൽ ശിർക്കാണോ ശിർക്കല്ലേ, പിന്നെ സിയാറത്ത് പറ്റൂല, ഈ ജാതി വാദങ്ങളൊക്കെയാണ്. എന്നാൽ അതല്ല ഇബ്നു തൈമിയന്റെ ബിദ്അത്ത്. അതെല്ലാം കേവലം ചില നമ്മൾ കേട്ടതാണ്, അതൊക്കെ മുജാഹിദ് പിടിച്ചിട്ട് കേട്ടതാ. എന്നാൽ മൂപ്പടി ഹർക്കുൽ ഇജ്മാ മുജ്മഉൻ അലൈഹിയായ ഒരുപാട് വിഷയങ്ങളെ തള്ളിയ ആളാണ് ഇബ്നു തൈമിയ. സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അതിന് രണ്ടിനും ഖുലൂദുമില്ല, അതൊക്കെ നശിച്ചു പോകും എന്ന ഒരു വിദണ്ഡവാദം ആർക്കുണ്ട്? ഇബ്നു തൈമിയക്കുണ്ട്. അങ്ങനെ ഒരുപാട് വാദങ്ങൾ മൂപ്പറുമായി ബന്ധപ്പെട്ട്. ഇപ്പം മുത്തലാഖ് 3 തലാഖ് ചൊല്ലിയാൽ അത് നടക്കുകയില്ലേ, ഹൈല് തലാഖ് ചെല്ലിയാൽ നടക്കുകയില്ലേ, ഇതൊക്കെ 4 അയിമ്മത്തിന്റെയും അഭിപ്രായത്തിന് എതിരാണ് ഇബ്നു തൈമിയ. അതിനൊക്കെ പ്രത്യേക കാരണമുണ്ട്. ഇപ്പൊ നമ്മൾ ബിദ്അത്തിന്റെ ഹംബലി മദ്ഹബുടെ കിതാബ് നോക്കലുണ്ടാവുമല്ലോ, ഹംബലി മദ്ഹബ് ഇബ്നു റജബുൽ ഹംബലി, അങ്ങനെ കുറെ ഹംബലി മദ്ഹബിലെ അയിമ്മത്തിന്റെ കിതാബ് നോക്കുമ്പോൾ ഇത്യാദി വിഷയങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഹംബലി മദ്ഹബിൽ കൃത്യമായ ഒരു ഉസൂൽ ഫിഖ്, ബാക്കി ഏത് മദ്ഹബിലും നിങ്ങൾക്കൊരു ഉസൂൽ കാണാം, പക്ഷെ ഹംബലി മദ്ഹബിൽ അത് കണ്ടുകിട്ടാൻ പണിയാണ്. എന്തുകൊണ്ട്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ അറിയപ്പെട്ടത് ഒരു മുഹദ്ദിസായിട്ടാണ്. ഇമാമുന ഷാഫി തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് മൂപ്പര് യഥാർത്ഥത്തിൽ ഈ ഇജ്തിഹാദ് ഈ റൂട്ടിലേക്ക് തിരിഞ്ഞത്. അതുകൊണ്ട് കൃത്യമായ ഒരു ഉസൂല് ക്രോഡീകരിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ ആ ധാരയിൽ വന്ന പല ആളുകൾ എന്തായി പോയിട്ടുണ്ട്? അഖീദപരമായി പിഴച്ചു പോയിട്ടുണ്ട്. ഷാഫി മദ്ഹബിനാണ്, ഹംബലി മദ്ഹബിനാണ്, അതുകൊണ്ട് അഖീദ ശരിയായിക്കൊള്ളുന്നില്ല. മുഅ്തസിലത്തിന്റെ ഏറ്റവും വലിയ നേതാവ് ഖാലി അബ്ദുൽ ജബ്ബാർ ഷാഫി മദ്ഹബിനാണ്. എത്ര കിതാബ് ശറഹു ഉസൂൽ എന്ന് പറയുന്ന കിതാബ്, വാല്യം കണക്കുള്ള കിതാബ്, അത് വായിച്ചാൽ എന്താ അയാളുടെ വിവരം ബോധ്യപ്പെടും. നമ്മളെ തബക്കാത്തു ഷാഫിയത്തിൽ ഇബ്നു സ്വലാഹും ഇമാം സുബ്കിയും രണ്ടാളുടെയും പേര് എഴുതിയിട്ട് ഈ ഖാലി അബ്ദുൽ ജബ്ബാറിന്റെ പേര് എഴുതിയിട്ടില്ല, ഷാഫിയാക്കളിൽ പ്രധാനപ്പെട്ട ആളായിട്ട്. പക്ഷെ വിശ്വാസപരമായി അവര് ശരിയല്ല. അങ്ങനെ പലരും കാണും. അതുകൊണ്ട് ഷാഫി മദ്ഹബിനാണ്. അപ്പോൾ എല്ലാ കിതാബും നമുക്ക് വായിക്കണമെങ്കിൽ കുഴപ്പമില്ല. ആ നിലപാട് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആള് ഷാഫി മദ്ഹബിനാണ്, ഹനഫിക്കാരനാണ്, ഹംബലിക്കാരനാണ്, ഫിഖിലായിക്കോട്ടെ, പക്ഷേ അഖീദപരമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഹംബലി മദ്ഹബിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഖാലി അബൂ യഅല അൽ മൂസലി. ഖാലി അബൂ യഅല നമ്മൾ കേട്ടിട്ടുണ്ട്. ഖാലി അബൂ യഅലാനെ കേൾക്കാത്തൊരു ഹംബലി മദ്ഹബ് ഉണ്ടാവില്ല. പക്ഷേ ആ ഖാലി അബൂ യഅലക്കും പലപ്പോഴും മുശബ്ബിഹത്തും മുജസ്സിമത്തിന്റെയും വാദമുണ്ട്. നമ്മൾ അയിമ്മത്തെ തുറന്നു കാട്ടിയിട്ടുണ്ട്. ഇവർ കുറെ മുമ്പുള്ള ആളാണ്. അങ്ങനെ ഹംബലി മദ്ഹബിൽ വന്ന ആളാണ് ഇബ്നു തൈമിയ. അയാളുടെ വാദങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉള്ളത്. വിദണ്ഡവാദങ്ങൾ. അവസാനിപ്പിക്കുന്നു. അള്ളാഹു ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടോ, അള്ളാഹു കബൂലാക്കട്ടെ. സമയം ഉള്ളപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി പറയാം. ഒരു വിഷയം പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമാണ് മറ്റൊരു വിഷയത്തിൽ ചാടിപ്പോയി. ക്ഷമിക്കുക, തീർക്കാത്ത ഇവിടത്തോളം എത്തിയല്ലോ, ബാക്കി പിന്നെ പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് സുഹൈൽ ഐറ്റം ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ